morning. Good morning. Viji. Anna. Aparna. Okay. എല്ലാവരും സുഖമായിരിക്കുന്നോ? സുഖാണോ? ഓക്കെ ആണോ? ഓക്കെ. അപ്പൊ നമ്മളൊരു ചെറിയൊരു എന്താ പറയാ, നമ്മളൊരു സമാധാനമുള്ള ഒരു ചാപ്റ്ററിലേക്ക് വന്നല്ലേ. ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം എളുപ്പമുള്ള ചാപ്റ്റർ അല്ലേ? നമ്മൾ കഴിഞ്ഞ ക്ലാസ് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം HIS എന്താണ്, പിന്നെ അതിന്റെ ബെനിഫിറ്റ്സ് അല്ലെ. ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ പൊട്ടൻഷ്യൽ ബെനിഫിറ്റ്സ് ഓഫ് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം പോയിന്റുകൾ നമ്മൾ പഠിച്ചു വെച്ചില്ലേ? പോയിന്റുകൾ ജസ്റ്റ് ഒരു പേജ് നമ്മൾ ആദ്യത്തെ പേജ് കഴിഞ്ഞു അല്ലെ. രണ്ടാമത്തെ പേജ് സ്റ്റാർട്ട് ചെയ്തു കഴിഞ്ഞ ക്ലാസ്സിൽ. ഓക്കെ, എളുപ്പമല്ലേ? അതിന്റെ എക്സ്പാൻഡഡ് ഫോം എന്താണ് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം, അതിന്റെ പൊട്ടൻഷ്യൽ ബെനിഫിറ്റ്സ്, ആ പോയിന്റുകൾ 4 പോയിന്റ്സ് വരെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ് അല്ലെ. ഇനി അടുത്ത പേജിലേക്ക് വരികയാണ്. നോക്കി, സ്ട്രക്ചറിങ് മെഡിക്കൽ റെക്കോർഡ് ടു ക്യാരി ഔട്ട് ഫങ്ഷൻസ് ലൈക്ക് അഡ്മിഷൻ, ഡിസ്ചാർജ്, ട്രീറ്റ്മെന്റ് ഹിസ്റ്ററി എക്സെട്ര. അപ്പൊ നോക്കിയാൽ അഡ്മിഷൻ, പേഷ്യന്റിനെ അഡ്മിറ്റ് ആക്കണ്ടേ? അഡ്മിഷന് അവര് അഡ്മിറ്റ് ചെയ്ത് അസുഖമൊക്കെ മാറി ഡിസ്ചാർജ് ചെയ്യണം. ഡിസ്ചാർജ്, അവരുടെ ട്രീറ്റ്മെന്റ് ഹിസ്റ്ററി തുടങ്ങിയ പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടി എന്ത് വേണം? അവിടെ ഒരു മെഡിക്കൽ റെക്കോർഡ് രൂപപ്പെടുത്തണം. എല്ലാ റെക്കോർഡില്ലേ? അഡ്മിഷൻ റെക്കോർഡ്, അത് ഡിസ്ചാർജ് ചെയ്യുമ്പോൾ ട്രീറ്റ്മെന്റ് ഹിസ്റ്ററി കാണിക്കുന്ന റെക്കോർഡുകൾ അല്ലെ, ഇതെല്ലാം എന്ത് ചെയ്യുന്നു? രൂപപ്പെടുത്തുന്നു. മെഡിക്കൽ റെക്കോർഡ്, സ്ട്രക്ചറിങ് മെഡിക്കൽ റെക്കോർഡ് എന്തിനു വേണ്ടിയാണ്? ടു ക്യാരി ഔട്ട് ഫങ്ഷൻസ് ലൈക്ക് അഡ്മിഷൻ, ഡിസ്ചാർജ്, ട്രീറ്റ്മെന്റ് ഹിസ്റ്ററി എക്സെട്ര എന്നിവയ്ക്ക്, അഡ്മിഷന്, ഡിസ്ചാർജ്, ട്രീറ്റ്മെന്റ് ഹിസ്റ്ററി എന്നിവയ്ക്ക് വേണ്ടിയിട്ട് ഒരു മെഡിക്കൽ റെക്കോർഡ് രൂപപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ അതിനകത്ത് ഏതൊക്കെ റെക്കോർഡുകളാണ് അവിടെ നമ്മൾ പറയുന്നത്? നോക്കിയേ, പേഷ്യന്റ് രജിസ്ട്രേഷൻ. ഫസ്റ്റ് ആണ് പേഷ്യന്റ് രജിസ്റ്റർ ചെയ്യണം. നമുക്ക് ഒരു അസുഖമായിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ ചെയ്യുന്നു, ആദ്യം എന്താ ചെയ്യാ? നമ്മള് രജിസ്റ്റർ ചെയ്യും അല്ലെ. ചെന്ന് ചീട്ടെടുക്കൂലേ അവിടെ? രജിസ്റ്റർ ചെയ്യും. പേഷ്യന്റ് രജിസ്ട്രേഷൻ ഫസ്റ്റത്തെയാണ് പേഷ്യന്റ് രജിസ്ട്രേഷൻ. The function of hospital management information system deals with registering the new patient either for OPD, OPD and outpatient department, or IPD, inpatient department. Appo ee hospital management information systemത്തിന്റെ patient registration എന്ന function എന്താ ചെയ്യുന്നേ? Deals with registering the new patient. പുതിയ പേഷ്യന്റിനെ രജിസ്റ്റർ ചെയ്യുക. മനസ്സിലായോ? HIS-ന്റെ പേഷ്യന്റ് രജിസ്ട്രേഷൻ എന്ന ഫംഗ്ഷൻ എന്താ ചെയ്യുന്നേ? പേഷ്യന്റിനെ രജിസ്റ്റർ ചെയ്യുന്നു. ആ ഫംഗ്ഷൻ HIS-ന്റെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ പേഷ്യന്റ് രജിസ്ട്രേഷൻ എന്ന ഒന്നാമത്തെ ഫംഗ്ഷൻ ആണ് അവരുടെ പേഷ്യന്റ് രജിസ്ട്രേഷൻ. അതെന്താ ചെയ്യുന്നേ? രജിസ്റ്ററിംഗ് ദ ന്യൂ പേഷ്യന്റ്, പുതിയ പേഷ്യന്റിനെ രജിസ്റ്റർ ചെയ്യുന്ന എങ്ങോട്ട്? ഐദർ ഫോർ OPD, OPD-യിലേക്കോ അല്ലെങ്കിൽ IPD, അഡ്മിറ്റ് ആക്കും, ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ലേക്കൊക്കെ രജിസ്റ്റർ ചെയ്യാണ് ചെയ്യുന്നത്. അണ്ടർലൈൻ ചെയ്തിട്ട് ഫസ്റ്റ് ലൈൻ തന്നെ അണ്ടർലൈൻ ചെയ്യുക കേട്ടോ. The function of hospital management information system deals with the registering the new patient either for OPD or IPD. OPD-യിലേക്കോ IPD-യിലേക്കോ പേഷ്യന്റിനെ രജിസ്റ്റർ ചെയ്യുന്നു. അതാണ് പേഷ്യന്റ് രജിസ്ട്രേഷൻ എന്ന ഫംഗ്ഷൻ. ഹോസ്പിറ്റൽ ഇൻഫർമേഷന്റെ പേഷ്യന്റ് രജിസ്ട്രേഷൻ എന്ന ഫംഗ്ഷൻ ചെയ്യുന്നത്. ആൻഡ് ഗിവിംഗ്, അതിന്റെ ഒപ്പം തന്നെ രജിസ്റ്റർ ചെയ്യുമ്പോൾ എന്താ ചെയ്യുന്നത്? ആൻഡ് ഗിവിംഗ് എ യൂണിക് ഐഡന്റിഫിക്കേഷൻ നമ്പർ ടു ദ പേഷ്യന്റ്. പേഷ്യന്റിന് ഒരു യൂണിക് ഐഡന്റിഫിക്കേഷൻ നമ്പർ കൊടുക്കുന്നു. പേഷ്യന്റ് രജിസ്റ്റർ ചെയ്യുമ്പോൾ ഒരു രജിസ്ട്രേഷൻ നമ്പർ കൊടുക്കും അവര് അല്ലെ. OP-യിൽ നമ്മളിപ്പോ ഒരു ചീട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് രജിസ്ട്രേഷൻ 10ാമത്തെ നമ്പർ, 15ാമത്തെ നമ്പർ അല്ലെ, അങ്ങനെ ഒരു നമുക്ക് OP നമ്പർ തരുമോ ഒരെണ്ണം. അത് കൂടാതെ ഗിവിംഗ് എ യൂണിക് ഐഡന്റിഫിക്കേഷൻ നമ്പർ ടു ദ പേഷ്യന്റ്, പേഷ്യന്റ് ഐഡിയും കൊടുക്കും അല്ലെ. യൂണിക് ഐഡന്റിഫിക്കേഷൻ നമ്പർ, MRD നമ്പർ, മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് നമ്പർ, MRD നമ്പർ, അത് യുണിക് ആണ്. അതായത് ഇപ്പൊ ഞാൻ ചെന്ന് ഹോസ്പിറ്റൽ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ ഒരു 5-6 ലെറ്റർ ഒക്കെ ഉള്ള ഒരു നമ്പർ ഒക്കെ ഉള്ള ഒരാൾക്കും അത് എന്റെ രജിസ്ട്രേഷൻ നമ്പറാണ്, എന്റെ MRD, അത് പേഷ്യന്റ് ID ആണ്. പിന്നെ ആ ചികിത്സ നമ്മൾ അവിടെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പിന്നെ അടുത്ത പ്രാവശ്യം ചെല്ലുമ്പോൾ നമ്മൾ ആ ചീട്ട്, നമ്മുടെ രജിസ്ട്രേഷൻ, അവിടെ ഒരു കാർഡില്ലേ, പേഷ്യന്റ് രജിസ്ട്രേഷൻ കാർഡ്, ഒരു കാർഡ് നമുക്ക് തരും അല്ലെ.
ഹോസ്പിറ്റലിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ ഒരു കാർഡ് നമുക്ക് തരും. അതിനെയാണ് പേഷ്യന്റ് രജിസ്ട്രേഷൻ കാർഡ് എന്ന് പറയുന്നത്. ആ പേഷ്യന്റ് രജിസ്ട്രേഷൻ കാർഡില് അവിടെ പേഷ്യന്റ് ID ഉണ്ടാവും. അപ്പൊ ഇനി ഞാൻ ചെല്ലുമ്പോ എന്താ പറയാ, എന്റെ നമ്പർ അവിടെ പറയുന്നത്, അല്ലാതെ എന്റെ പേര് വേണ്ട. ഒരു പേരിൽ തന്നെ കുറെ ആളുകളൊക്കെ ഉണ്ടാവാൻ വേണമെങ്കിൽ അപ്പൊ അതിൽ നിന്നൊക്കെ നമുക്ക് ആ പേഷ്യന്റിന് യുണിക്കായിട്ട് ആ പേഷ്യന്റിനെ നമുക്ക് കറക്റ്റ് ആയിട്ട് ഇതാക്കാൻ വേണ്ടിയിട്ട് ആ നമ്പർ കൊടുക്കും. ആ നമ്പർ വേറെ ആർക്കും ഉണ്ടാവില്ല. യുണിക് ആണ് അത്. യുണിക് ആൻഡ് ഗിവിംഗ് യുണിക് ഐഡന്റിഫിക്കേഷൻ നമ്പർ ടു ദ പേഷ്യന്റ്. പേഷ്യന്റിന് ഒരു പേഷ്യന്റ് ID നമ്പർ കൊടുക്കും. എന്നിട്ട് അപ്പൊ നമ്മൾ ചെല്ലുമ്പോൾ നമ്മുടെ പേഷ്യന്റ് ID നമ്പർ അവർ സിസ്റ്റത്തിൽ ആ നമ്പർ അടിച്ചു കൊടുക്കുമ്പോൾ എന്ത് വരും, നമ്മുടെ ഡീറ്റെയിൽ ഫുള്ള് വരും. പേര്, അഡ്രസ്സ്, ഏത് ഡോക്ടറെ കാണണ്ടേ, എന്താണ് മരുന്ന് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് കൊടുത്താൽ, അങ്ങനെയുള്ള നമ്മുടെ ഫുള്ള് ഡീറ്റെയിലും ആ നമ്പർ അടിച്ചു കൊടുത്താൽ മതി. MRD നമ്പർ അവിടെ അടിച്ചു കൊടുത്താൽ മതി. അന്നേരമാണ് നമ്മുടെ പേരും കാര്യങ്ങളും വരുന്നത് അല്ലെ. പേഷ്യന്റിനെ രജിസ്റ്റർ ചെയ്യുമ്പോൾ അവര് ഒരു രജിസ്ട്രേഷൻ കാർഡ് നമുക്ക് തരും. ആ കാർഡില് ഒരു നമ്പർ ഉണ്ടാവും, MRD നമ്പർ എന്ന് പറയാം. അത് പേഷ്യന്റ് ID എന്ന് പറയാം. അത് യുണിക് ആണ്. അത് ആ പേഷ്യന്റിന് മാത്രം, ആ നമ്പർ എനിക്ക് മാത്രമേ ഉള്ളൂ. വേറെ ആള് ചെല്ലുമ്പോൾ വേറെ ആൾക്ക് വേറെ നമ്പറാണ് കൊടുക്കുന്നത്. അത് യുണിക് നമ്പറാണ്. അത് എന്തിനു വേണ്ടിയിട്ടാ, നമ്മുടെ ആ പേഷ്യന്റിനെ ഐഡന്റിഫൈ ചെയ്യാനാ. പിന്നെ എന്റെ പേര് ചെന്നിട്ട് പറഞ്ഞു കൊടുക്കണ്ട, ആ നമ്പർ കാണിച്ചാൽ മതി. ആ നമ്പർ അവിടെ അടിച്ചു കൊടുക്കുമ്പോൾ എന്റെ എല്ലാ ഡീറ്റെയിലും ആ സിസ്റ്റത്തിൽ വരും. ഓക്കെ, നമ്മൾ ഹോസ്പിറ്റലിൽ പോയി നമുക്ക് ചീട്ട് നമ്പർ ഇല്ലേ, നമ്മുടെ ആ കാർഡില് നമ്പർ ഉണ്ട്. ഓക്കെ, this number is unique throughout the system for identifying the patient. അണ്ടർലൈൻ ചെയ്തിട്ടേ, ഈ നമ്പർ പേഷ്യന്റ് ID നമ്പർ എന്തിനാ ഉപയോഗിക്കുന്നത്, ആ പേഷ്യന്റിനെ ആ ഹോസ്പിറ്റലിലെ എല്ലാ ചികിത്സയിലും ആ പേഷ്യന്റിനെ ഐഡന്റിഫൈ ചെയ്യാനാണ്. അത് പേരല്ല അവിടെ പറയുന്നത്. ഇപ്പൊ രമ്യ എന്ന് പറഞ്ഞ പേരല്ല, എന്റെ നമ്പറിനാണ് അവിടെ ഇമ്പോർട്ടൻറ്റ്. ആ നമ്പറാണ് അവിടെ നോക്കുന്നത്. ഇത് ആ പേഷ്യന്റിനെ ആ നമ്പർ വെച്ചിട്ടാണ് എന്റെ പേര് പിന്നെ രണ്ടാമത് അവിടെ വരുള്ളൂ. അതായത് പേഷ്യന്റിനെ എന്താ പറയാ, ആ സിസ്റ്റത്തിലുടനീളം ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന നമ്പറാണ് ആ പേഷ്യന്റ് ID എന്ന് പറയുന്നത്. This number is unique throughout the system for identifying the patient. The patient can be registered either at IPD front office or at OPD reception. ഇനി നമുക്ക് എവിടെ രജിസ്റ്റർ ചെയ്യാം? either ഒന്നുകിൽ നമുക്ക് IPD ഫ്രണ്ട് ഓഫീസിൽ രജിസ്റ്റർ ചെയ്യാം അല്ലെ, നേരെ നമ്മൾ ചെല്ലുമ്പോൾ ഫ്രണ്ട് ഓഫീസിൽ നമുക്ക് രജിസ്റ്റർ ചെയ്യാം. അല്ലെങ്കിൽ OPD ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ റിസപ്ഷനിലാണെങ്കിലും നമുക്ക് രജിസ്റ്റർ ചെയ്യാം. അണ്ടർലൈൻ ചെയ്തേ, the patient can be registered either at IPD front office or at OPD reception. എന്താണ്, IPD ഫ്രണ്ട് ഓഫീസിലോ അല്ലെങ്കിൽ OPD റിസപ്ഷനിലോ പേഷ്യന്റിന് രജിസ്റ്റർ ചെയ്യാം. ഇനി the OPD or IPD identification number is also created for each separate visit of the patient. The OPD, IPD or IPD identification number, OP number തരൂല നമുക്ക്. അതെന്ന് പറഞ്ഞാൽ ഓരോ സെപ്പറേറ്റ് വിസിറ്റിനും നമുക്ക് കിട്ടും അല്ലെ. ഈ പ്രാവശ്യം ചെല്ലുമ്പോൾ നമുക്ക് OPയിൽ എടുക്കുന്ന നമ്പർ ആയിരിക്കില്ല അടുത്ത പ്രാവശ്യം ചെല്ലുമ്പോൾ കിട്ടുന്നത്, വേറെ നമ്പർ ആയിരിക്കും അല്ലെ. അത് എന്താ പറഞ്ഞേക്കുന്നേ, the OPD or IPD identification number is also created for each separate visit of the patient. ഓരോ വിസിറ്റിലും നമുക്ക് ആ നമ്പർ ക്രിയേറ്റ് ചെയ്യും. OP നമ്പർ തരും അവര്. ഓക്കെ, അപ്പൊ നമ്മുടെ ചീട്ട് എത്രാമത്തെയാണ് അവിടെ, 10ാമത്തെ ആണെങ്കിൽ 10, OP നമ്പർ 10 എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അവിടെ അറിയപ്പെടുന്നത് അല്ലെ. ആ ചീട്ട് എടുക്കാനും അവരുടെ റെക്കോർഡ് എടുക്കാനും ഒക്കെ. പിന്നെ അതുപോലെ തന്നെ അവരത് ആ നമ്പർ അനുസരിച്ചല്ല അവിടെ അടക്കി വെക്കുന്നത്. 1 മുതൽ ഇങ്ങനെ അടക്കി വെക്കും, 1, 2, 3 എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അവര് OP നമ്പർ 1 വിളിക്കുമ്പോ ഒന്നാമത്തെ ആള് കയറും, 2 അടുത്ത ആള് കയറും, 3 അടുത്ത ആള് കയറും. അപ്പൊ അങ്ങനെ അടക്കി വെക്കുക ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ആ നമ്പറിന്റെ അനുസരിച്ചാണ് നമ്മൾ ഡോക്ടറിനെ കാണാൻ കയറുന്നേ അല്ലെ. OP നമ്പറിന്റെ അനുസരിച്ചാണ് ഡോക്ടറിനെ കാണാൻ കയറുന്നത്. അപ്പൊ ഈ OP നമ്പർ എന്ന് പറയുന്നത് ഓരോ വിസിറ്റിലും അവിടെ ക്രിയേറ്റ് ചെയ്യും അല്ലെ. ഓരോ വിസിറ്റിലും OP നമ്പർ നമുക്ക് തരും. This is also a part of registering the patient. ഇത് പേഷ്യന്റ് രജിസ്ട്രേഷന്റെ ഒരു ഭാഗമാണ് ഈ OP നമ്പർ. അല്ലെങ്കിൽ നമുക്ക് ഈ IPD നമ്പർ എന്ന് പറയുന്നത് is a part of registering patient. അണ്ടർലൈൻ ചെയ്തേ, is a part of registering patient. പേഷ്യന്റ് രജിസ്ട്രേഷന്റെ ഒരു ഭാഗമാണ്. രജിസ്റ്റർ ചെയ്യുമ്പോൾ നമുക്കൊരു നമ്പർ തരും. അതൊരു പേഷ്യന്റ് രജിസ്ട്രേഷന്റെ ഭാഗമായിട്ട് നമുക്ക് കിട്ടുന്ന നമ്പറാണ് OP നമ്പർ അല്ലെങ്കിൽ IPD നമ്പർ എന്ന് പറയുന്നത്. ഇനി
Okay, IPD or OPD, ID is used for tracking of medical record of the patient for that particular OPD visit or IPD admission. ഇത് എന്തിനാ നമ്മൾ ഇത് കൊടുക്കുന്ന നമ്പർ is used for tracking the medical record of the patient. ആ പേഷ്യന്റിന്റെ മെഡിക്കൽ റെക്കോർഡ് ട്രാക്ക് ചെയ്യാൻ അല്ലെ, ആ നമ്പർ അനുസരിച്ച് നമുക്ക് എന്താ പറയാ റെക്കോർഡ് നമുക്ക് എടുക്കാൻ പറ്റും. 10ാമത്തെ ആണെങ്കിൽ നമുക്ക് 10ാമത്തെ OP നമ്പർ ആണെങ്കിൽ ആ റെക്കോർഡ് അവിടെ അതനുസരിച്ച് നമുക്ക് അത് എടുക്കാം, മെഡിക്കൽ റെക്കോർഡ് എടുക്കാം. They used for tracking, track ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മെഡിക്കൽ റെക്കോർഡ് ഓഫ് ദ പേഷ്യന്റ് ഫോർ ദ പർട്ടിക്കുലർ OPD വിസിറ്റ് ഓർ IPD. OPD വിസിറ്റില് നമ്മൾ ചെല്ലുമ്പോൾ ട്രാക്ക് ചെയ്യാൻ നമ്മൾ ചെല്ലുമ്പോൾ ചോദിക്കില്ല അവര് ഇത്രാമത്തെ നമ്പർ ആണെന്ന് ചോദിക്കും നമ്മളോട്, OP നമ്പർ എത്രയാ, അപ്പൊ നമ്മൾ ഒരു 20, അപ്പൊ വേഗം തന്നെ ആ 20ാമത്തെ ഇത് അവർ എടുത്തു വയ്ക്കും അല്ലെ. അപ്പൊ അതങ്ങനെ എന്ത് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്, അണ്ടർലൈൻ ചെയ്തിട്ടേ. The IPD OPD ID is used for tracking of medical records of the patient for a particular visit of OPD visit or IPD admission. OPD visit ചെയ്യാനോ IPD admission ഓ മെഡിക്കൽ റെക്കോർഡ് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ നമ്പർ ഉപയോഗിക്കുന്നത്. അണ്ടർലൈൻ ചെയ്ത ആ സെന്റൻസ് ഓക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. is used for dash. ഇതിന് വേണ്ടിയിട്ടാണ് OPD ID അല്ലെ IPD ID ഉപയോഗിക്കുന്നത് എന്നുള്ളത്. All the medical records of the patient are identified by the combination of the numbers, that is patient ID and OPD ID number. ഈ ഒരു പാരഗ്രാഫ് ഇമ്പോർട്ടന്റ് തന്നെയാണ് കേട്ടോ. മിക്ക സെന്റൻസും എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഉള്ള ഒരു ഭാഗമാണത്. എല്ലാ മെഡിക്കൽ റെക്കോർഡുകളും എങ്ങനെ ഐഡന്റിഫൈ ചെയ്യുന്നത്, the combination of the numbers. ഏതൊക്കെ നമ്പേഴ്സിന്റെ കോമ്പിനേഷൻ ആണ്, പേഷ്യന്റ് ഐഡിയുടെയും OPD ഐഡിയുടെയും കോമ്പിനേഷൻ ആണ് എല്ലാ മെഡിക്കൽ റെക്കോർഡുകളും അല്ലെ. നമ്മൾ ചെന്ന് നമ്മുടെ MRD നമ്പർ അല്ലെങ്കിൽ പേഷ്യന്റ് ID നമ്മുടെ യുണീക്ക് ആയിട്ടുള്ള നമ്പർ പറഞ്ഞു കൊടുക്കുമ്പോൾ അതനുസരിച്ച് അവർക്ക് റെക്കോർഡ് എടുക്കാൻ പറ്റും അല്ലെ, റെക്കോർഡ് എടുക്കാം. പിന്നെ അതോടൊപ്പം ഒപ്പം തന്നെ OPD-യിലുള്ള നമ്പറും വേണം. അതിന്റെ രണ്ടിന്റെ കോമ്പിനേഷൻ ആണ് എല്ലാ മെഡിക്കൽ റെക്കോർഡുകളും ഐഡന്റിഫൈ ചെയ്യുന്നത്. അത് അണ്ടർലൈൻ ചെയ്തേ. All medical record of the patients are identified by the combination of numbers. ഏതൊക്കെ നമ്പറിന്റെ കോമ്പിനേഷൻ ആണ്, patient ID and OPD or IPD ID. ഈ നമ്പറിന്റെ കോമ്പിനേഷൻ ആണ് എല്ലാ മെഡിക്കൽ റെക്കോർഡുകളും ഐഡന്റിഫൈ ചെയ്യുന്നത്. The numbers give, ഈ നമ്പർ ഇനി എന്തിനാ, give flexible search in terms of finding patient history record. ഈ നമ്പർ എന്തിനു വേണ്ടിയിട്ടാ, പേഷ്യന്റിന്റെ ഹിസ്റ്ററി റെക്കോർഡ് നമുക്ക് ഫ്ലെക്സിബിൾ ആയിട്ട് നല്ല സ്മൂത്ത് ആയിട്ട് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നമുക്ക് സെർച്ച് ചെയ്തെടുക്കാനായിട്ട് സഹായിക്കുന്നു. This number gives a flexible search in terms of finding patient history record. Patient history record flexible ആയിട്ട് നല്ല സ്മൂത്ത് ആയിട്ട് അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ സെർച്ച് ചെയ്യാൻ സഹായിക്കും അല്ലെ. നമ്മൾ ചെന്ന് നമ്മുടെ നമ്പർ കൊടുക്കുമ്പോൾ അവര് നേരെ പോയിട്ട് ഇപ്പൊ സിസ്റ്റത്തിൽ നിന്ന് എടുക്കാം. നേരത്തെയൊക്കെ എങ്ങനെയാ, ആ ചീട്ട് അവര് ആ റൂമിൽ പോയിട്ട് ചീട്ട് എടുക്കും. ആ നമ്പർ കൊടുക്കുമ്പോ അവർക്ക് എളുപ്പമില്ല. അല്ലാതെ പേര് പറഞ്ഞു കഴിഞ്ഞാല് രമ്യ എന്ന് പറഞ്ഞ പേരുള്ള എന്തോരം ആൾക്കാർ അപ്പൊ റെക്കോർഡ് രമ്യ എല്ലാം നോക്കണം. ഈ നമ്പറാണ് പർട്ടിക്കുലർ 158443, അതായത് നമ്പർ. അപ്പൊ ആ നമ്പർ പറയുകയാണെങ്കിൽ അവർക്ക് നേരെ ചെന്ന റെക്കോർഡിന്റെ ആ നമ്പർ മാത്രം നോക്കിയാൽ മതി. അവരവിടെ ഓർഡർ അനുസരിച്ചായിരിക്കും റെക്കോർഡ് വെച്ചേക്കുന്നത്. നേരെ നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത രീതിയിൽ ഫ്ലെക്സിബിൾ ആയിട്ട് നമുക്ക് നമ്മുടെ ആ റെക്കോർഡ് എടുക്കാനായിട്ട് നമുക്ക് സഹായിക്കും. അത്രയും കാര്യങ്ങളാണ് പേഷ്യന്റ് രജിസ്ട്രേഷനിൽ പറയുന്നത്. നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്ന് രജിസ്റ്റർ ചെയ്യുമ്പോൾ നമുക്ക് അവിടെ നിന്ന് ഒരു നമ്പർ തരും, അതാണ് രജിസ്ട്രേഷൻ നമ്പർ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് അവിടെ ഒരു പേഷ്യന്റ് രജിസ്ട്രേഷൻ കാർഡ് തരും. ആ നമ്പർ ഇനി പിന്നീടുള്ള തുടർന്ന് നമ്മൾ എന്നൊക്കെ നമ്മൾ ആ ഹോസ്പിറ്റലിൽ പോകണോ നമുക്ക് ആ കാർഡ് അല്ലെ, പേഷ്യന്റ് രജിസ്ട്രേഷൻ കാർഡ് കൊണ്ടുപോവാം. എന്നിട്ട് ആ കാർഡിന്റെ നമ്പർ കാണിച്ചു കൊടുത്താൽ മതി. അപ്പൊ നമുക്ക് പേഷ്യന്റിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അത് പേഷ്യന്റ് ഐഡി ആണ്, പേഷ്യന്റിന് മാത്രം, ആ ഒരു പേഷ്യന്റിന് മാത്രം കൊടുക്കുന്ന നമ്പറാണ്, യൂണിക് ആണ്. പിന്നെ നമ്മൾ പറഞ്ഞു OPD അല്ലെങ്കിൽ IPD ഐഡന്റിഫിക്കേഷൻ നമ്പർ പറഞ്ഞു. അത് നമ്മൾ ഓരോ പ്രാവശ്യം രജിസ്റ്റർ ചെയ്യുമ്പോൾ OPD-യിൽ തരുന്ന നമ്പറാണ്. അത് ഓരോ പർട്ടിക്കുലർ വിസിറ്റിനും സെപ്പറേറ്റ് വിസിറ്റിനും ആ നമ്പർ വ്യത്യാസപ്പെടും. അതെന്തിനു വേണ്ടിയാ, നമുക്ക് ഡോക്ടറെ കാണാൻ 10ാമത്തെ നമ്പർ. അപ്പൊ നമുക്ക് അവിടെ അത് വെയിറ്റ് ചെയ്യാം.
5 നമുക്കറിയാം 10ാമത്തെ നമ്മുടെ നമ്പർ, അതുവരെ റെക്കോർഡ് ചെയ്യാം. അതനുസരിച്ച് പിന്നെ അതുപോലെ ഡോക്ടറിന്റെ അടുത്തേക്ക് കയറ്റി വിടാനൊക്കെ നമ്പർ അനുസരിച്ചാണ് വിടുന്നത്. അതിനൊക്കെ വേണ്ടി അപ്പൊ റെക്കോർഡ് നമുക്ക് എടുക്കാനും ഒക്കെ നമ്മളെ സഹായിക്കുന്നു. പിന്നെ പറഞ്ഞിരിക്കുന്ന എല്ലാ മെഡിക്കൽ റെക്കോർഡുകളും എന്തിന്റെ കോമ്പിനേഷൻ ആണ്? ഏതൊക്കെ നമ്പേഴ്സിന്റെ കോമ്പിനേഷൻ ആണെന്ന് പറഞ്ഞേ? ഏതൊക്കെയാ? പേഷ്യന്റ് ഐഡിയുടെയും OPD ഓർ IPD ഐഡിയുടെയും കോമ്പിനേഷൻ ആണ് എല്ലാ മെഡിക്കൽ റെക്കോർഡുകളും. അതാണെന്ന് വെച്ചാൽ അങ്ങനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഓഫ് ദ പേഷ്യന്റ് ആർ ഐഡന്റിഫൈഡ്. എല്ലാ മെഡിക്കൽ റെക്കോർഡും ഐഡന്റിഫൈ ചെയ്ത് ഇത് രണ്ടും കൂടി വേണം. ഇതിന്റെ രണ്ടിന്റെയും കോമ്പിനേഷൻ ആണ്. അങ്ങനെ നമുക്ക് വേഗം ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. പിന്നെ ഈ നമ്പർ, പേഷ്യന്റ് ID എന്നൊക്കെ പറഞ്ഞ നമ്പർ നമുക്ക് നമ്മുടെ റെക്കോർഡ് നല്ല ഫ്ലെക്സിബിൾ ആയിട്ട് സെർച്ച് ചെയ്യാനും സഹായിക്കും. ഓക്കെ, ക്ലിയർ അല്ലേ അത്? പേഷ്യന്റ് രജിസ്ട്രേഷൻ. ഓക്കെ, ഇനി രണ്ടാമത്തെയാണ് OPD or IPD investigation cases. OPD or IPD investigation cases. This module of hospital management system deals with all kind of investigation suggested by doctor. അപ്പൊ ഈ OPD IPD investigation cases എന്ന് പറയുന്ന ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ ഈ ഫംഗ്ഷൻ എന്തിനു സഹായിക്കുന്നു? all kind of investigation suggested by doctor. ഡോക്ടർ സജസ്റ്റ് ചെയ്ത നിർദ്ദേശിച്ചിട്ടുള്ള എല്ലാ ഇൻവെസ്റ്റിഗേഷനും കൈകാര്യം ചെയ്യുന്നു. ഇപ്പൊ ഞാൻ ചെയ്യുന്നു, അപ്പൊ എനിക്കൊരു അവിടെ എക്സ്റേ എടുക്കണം, അല്ലെങ്കിൽ ഒരു സ്കാനിങ് വേണം. അത് അപ്പൊ നമുക്ക് എന്താ പറയാ, ആ സംവിധാനം, അപ്പൊ അത് ഡോക്ടർ നിർദ്ദേശിച്ച ഒരു ഇൻവെസ്റ്റിഗേഷൻ ആണ്. ഡോക്ടറിന്റെ ട്രീറ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ ഈ ആ റിപ്പോർട്ട് കിട്ടിയിട്ട് വേണം. അതിന്റെ റിപ്പോർട്ടിൽ എന്താണെന്ന് കണ്ടിട്ട് വേണം തുടർ ചികിത്സ ഡോക്ടറിന് ചെയ്യണമെങ്കിൽ. അപ്പൊ ഡോക്ടർ സജസ്റ്റ് ചെയ്യാണ് ഇൻവെസ്റ്റിഗേഷന് വേണ്ടി, അന്വേഷണത്തിന് വേണ്ടിയിട്ട് ഡോക്ടർ സജസ്റ്റ് ചെയ്യുന്നത്. അത് ഡീൽ ചെയ്യുന്നത് ഏത് ഫംഗ്ഷനാ? ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ ഏത് ഫംഗ്ഷനാ ഈ കാര്യം കൈകാര്യം ചെയ്യുന്നത്? OPD or IPD investigation cases. ഫസ്റ്റ് ലൈൻ അണ്ടർലൈൻ ചെയ്തിടാട്ടോ. ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ OPD or IPD ഇൻവെസ്റ്റിഗേഷൻ കേസസ് എന്നുള്ള ഫംഗ്ഷൻ എന്താ ഡീൽ ചെയ്യുന്നത്? ഇത് കൈകാര്യം ചെയ്യുന്നു വിത്ത് ഓൾ കൈൻഡ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ സജസ്റ്റഡ് ബൈ ഡോക്ടർ. ഡോക്ടർ നിർദ്ദേശിച്ചിട്ടുള്ള എല്ലാ തരത്തിലുള്ള അന്വേഷണങ്ങളും കൈകാര്യം ചെയ്യുന്നു. ഫസ്റ്റ് ലൈൻ അണ്ടർലൈൻ ചെയ്ത് എല്ലാവരും ഓക്കെ. ഓക്കെ, അണ്ടർലൈൻ ചെയ്ത എല്ലാവരും ഓക്കെ. ഫസ്റ്റ് ലൈൻ അണ്ടർലൈൻ ചെയ്തു അല്ലെ? ഇനി നോക്കിയേ, the function enable the entry of investigations or procedure for a particular patient. The function enable the entry of investigation or procedure for a particular patient. ഈ ഫംഗ്ഷൻ നമുക്കിപ്പോ എന്താ ഇൻവെസ്റ്റിഗേഷൻ പറഞ്ഞേക്കുന്നത്, അല്ലെങ്കിൽ എന്ത് പ്രൊസീജിയർ, എന്ത് നടപടിക്രമങ്ങളാണ് ആ പേഷ്യന്റ് ചെയ്യുന്നത്, അതിലേക്കുള്ള ഒരു പ്രവേശനം സുഗമമാക്കുന്നു. അതായത് ഇപ്പൊ ഡോക്ടർ ഇത് നിർദ്ദേശിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് അതിലേക്കുള്ള ഒരു എൻട്രി, അതായത് ഈ സിസ്റ്റത്തിലല്ലേ വരുന്നത് ഇന്ന ടെസ്റ്റ് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ ഡോക്ടർ ഇപ്പൊ പണ്ടത്തെ പോലെ എഴുതി തരില്ല, നമ്മുടെ കയ്യിലേക്ക് ഡോക്ടർ എഴുതി തരുന്നില്ല അല്ലെ, ചീട്ടായിട്ടൊന്നും തന്നില്ല, നേരെ സിസ്റ്റത്തിലേക്ക് തന്നെയാണ് സജസ്റ്റ് ചെയ്തേക്കുന്നത് ഇന്ന ടെസ്റ്റുകൾ എന്നുള്ള ടെസ്റ്റുകൾ പറയുന്നത് അല്ലെ. അപ്പൊ നമുക്ക് ഈ എല്ലാ തരം അന്വേഷണങ്ങളും ഇത് നമ്മൾ ഈ ഒരു ഡോക്ടർ സജസ്റ്റ് ചെയ്തിട്ടുള്ള എല്ലാ തരത്തിലുള്ള ഇൻവെസ്റ്റിഗേഷനും ഈ ഫംഗ്ഷൻ കൈകാര്യം ചെയ്യുന്നു. പിന്നെ അത് ഒരു പ്രത്യേക ഒരു പേഷ്യന്റിന് വേണ്ടിയിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ അതിന്റെ പ്രൊസീജിയറുകൾ അത് സാധ്യമാക്കും. അതായത് പറഞ്ഞേക്കുന്ന നമുക്ക് ഒരു ഇൻവെസ്റ്റിഗേഷൻ ഡോക്ടർ ഒരു എന്താ പറയാ ഇപ്പൊ ഒരു സ്കാനിങ്ങോ എക്സ്റേയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ, സ്കാനിങ്ങിന് എക്സ്റേക്കൊക്കെ അങ്ങനെ എന്തെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ എന്താ നമ്മൾ ചെയ്യേണ്ടത്? നേരെ അങ്ങോട്ട് പോകുക, ആദ്യം ബില്ലിങ് ഓർ ക്യാഷ് അവിടെ സെറ്റ് ചെയ്യും, ബില്ല് അടയ്ക്കും അല്ലെ. ബില്ല് അടച്ചതിന് ശേഷമാണ്, അല്ലാതെ നേരെ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല. അടുത്തത് എന്താ? The entire investigation is routed through the billing or cash office, and once the patient
for the investigation. The entries of the same goes to the respective diagnostic center. അപ്പൊ ഇങ്ങനെ ആദ്യം നമ്മൾ അത് ആ ഇൻവെസ്റ്റിഗേഷൻ ഏതാണെന്ന് വെച്ചാൽ ഡോക്ടർ അത് നിർദ്ദേശിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ബില്ലിംഗ് അല്ലെങ്കിൽ ക്യാഷ് ഓഫീസിലാണ് അത് വരുന്നത്. ബില്ലിംഗ് സെക്ഷനിലേക്ക് വരികയാണ്. നമ്മൾ അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യുന്നു? അവിടെ ചെന്നിട്ട് നമ്മൾ ബില്ല് അടയ്ക്കുന്നു, അല്ലെ? അപ്പൊ ആ ബില്ല് അടച്ചതിന് ശേഷം എന്നിട്ട് അത് നേരെ എങ്ങോട്ടാ പോകുന്നത്? റെസ്പെക്റ്റീവ് ഡയഗ്നോസ്റ്റിക് സെന്റർ, അതിന് ബന്ധപ്പെട്ടുള്ള ഡയഗ്നോസ്റ്റിക് സെന്ററിലേക്ക് പോകും. ഇന്ന് പേഷ്യന്റ് അത് ക്യാഷ് അടച്ചു എന്ന് പറഞ്ഞത് ഇത് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് നേരെ പോകുന്നത് ഇതിലേക്കാണ്. അതിന് ബന്ധപ്പെട്ട എക്സ്റേയിലേക്കാണെങ്കിൽ എക്സ്റേയിലേക്ക് പോകും, അല്ലെ? സ്കാനിങ്ങിന്റെ സെക്ഷനിലേക്കാണെങ്കിൽ സ്കാനിങ്ങിന്റെ സെക്ഷനിലേക്ക് പോകും. ഇപ്പൊ ബ്ലഡ് വല്ലത് ടെസ്റ്റ് ചെയ്യാനാണെങ്കിൽ ആ ബ്ലഡ് നമ്മുടെ ലാബിലേക്ക് അങ്ങനെ പോകും. അപ്പൊ അത് ഏത് ബന്ധപ്പെട്ട ഏത് ഡയഗ്നോസ്റ്റിക് സെന്ററിലേക്കാണ് ബന്ധപ്പെട്ടുള്ള ഏത് ഡയഗ്നോസ്റ്റിക് സെന്ററിലേക്കാണെന്ന് വെച്ചാൽ അങ്ങോട്ടേക്ക് അത് പോകും, ആ ഇൻഫർമേഷൻ പോകും. This flow is not compulsory for the patient since the billing IPD patient, sorry, the flow is not compulsory for the IPD patient. ഇത് ഇൻപേഷ്യന്റിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുള്ള പേഷ്യൻസിന്റെ കാര്യത്തിൽ ഇത് ഉണ്ടാകുന്നത് അത് കമ്പൽസറി അല്ല, നിർബന്ധമല്ല. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? നമ്മൾ പുറമേന്നൊക്കെ ചെന്ന് കണ്ട് ഡോക്ടറിനെ കണ്ട് ഒപ്പിയിൽ ചെന്ന് കണ്ട് നമ്മൾ ഡോക്ടർ നമുക്ക് ഇങ്ങനെ തന്നെങ്കിൽ ഈ റൂള് നമ്മൾ നേരെ ചെയ്യുക, ബില്ലിങ്ങിന് ക്യാഷ് അടയ്ക്കുക, എന്നിട്ട് നേരെ അത് ഡയഗ്നോസ്റ്റിക് സെന്ററിൽ അതിന്റെ ബന്ധപ്പെട്ട ഡയഗ്നോസ്റ്റിക് സെന്ററിലേക്ക് പോകും. നമ്മൾ അവിടെ ചെന്ന് ആ ടെസ്റ്റ് ചെയ്യുക. അങ്ങനെയാണ് ശരിക്കും ആ ഫ്ലോ അങ്ങനെയാണ്. എന്നാൽ IPD പേഷ്യൻസിന്റെ കാര്യത്തിൽ ഇങ്ങനെ വേണ്ട, ഇത് നിർബന്ധമല്ല, കമ്പൽസറി അല്ല. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാര്യം? ശരിയാണ്, ഒരുമിച്ച് ബില്ല് അടപ്പിക്കും, അല്ലെ? അവര് ലാസ്റ്റ് വരുമ്പോ ഒരു നല്ലൊരു ബില്ലായിട്ട് വരും. ഇന്ന സ്കാനിങ്, ലാബില്, പിന്നെ റൂം റെന്റ്, അത് എന്നൊക്കെ പറഞ്ഞോട് ലാസ്റ്റ് അവര് ബില്ല് അവിടെ അടയ്ക്കും. എന്നാലും ലാസ്റ്റ് ബില്ല് അടച്ചാൽ അവർക്ക് അവിടെ നിന്ന് ഇറങ്ങി പോകാൻ പറ്റുള്ളൂ, അല്ലെ? ഹോസ്പിറ്റലിൽ. അപ്പൊ അതുകൊണ്ട് ഈ നമ്മുടെ അവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി കിടക്കുന്ന IPD പേഷ്യൻസിന്റെ കാര്യത്തിൽ ഈ ഫ്ലോ കമ്പൽസറി അല്ല. ബില്ല് അടച്ചിട്ടേ ടെസ്റ്റ് ചെയ്യാമോളൊന്നൊന്നുമില്ല. ഡോക്ടർ സജസ്റ്റ് ചെയ്ത IPD ആണ്, അവിടെ അഡ്മിറ്റ് ആണ് ആ പേഷ്യന്റ്. അപ്പൊ നമ്മള് ഇത് എന്താ പറയാ, ഇന്ന ടെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ നേരെ നമുക്ക് ഡയഗ്നോസ്റ്റിക് സെന്ററിൽ ചെന്ന് ടെസ്റ്റ് ചെയ്യാം. ബില്ല് അടയ്ക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല അവര്. ഓക്കെ, the flow is not compulsory for IPD patients since the billing for IPD patient is done at the time of discharge, അല്ലെ? അവര് ആ ബില്ല് എപ്പോ അടച്ചോളും? എപ്പോഴാ? ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് അവരെല്ലാത്തിന്റെയും കൂടി അവസാനം ബില്ലടച്ചോളും. അപ്പൊ അതുകൊണ്ട് ഈ ഫ്ലോ അവർക്കുള്ള കാര്യത്തിൽ അവിടെ നിർബന്ധമല്ല, ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് അടയ്ക്കും. Investigation requisition is created and printed with the function and the same is available to diagnostic center for preparation of reports. Okay, investigation requisition സൃഷ്ടിക്കുകയും അത് ഏതാണെന്നുള്ളത് പ്രിന്റഡ് ആക്കും. അത് ഇന്ന ടെസ്റ്റ് ഇന്നത് എന്നുള്ളത് പിന്നെ അത് പ്രിന്റ് ചെയ്യും. അത് റിപ്പോർട്ട് വീണ്ടും അതിന്റെ റിപ്പോർട്ട് തയ്യാറാക്കണമെങ്കിൽ അത് ആ ഡയഗ്നോസ്റ്റിക് സെന്ററിലേക്ക് അയക്കുകയും ചെയ്യുന്നു. എന്നിട്ട് അവരത് റിപ്പോർട്ട് ആക്കി തരൂലേ നമുക്ക്, അല്ലെ? ഷുഗർ ലെവൽ ഇത്ര, നോർമൽ ഇത്ര, അത് ഇത്ര, നമ്മുടെ നോർമൽ ഇപ്പൊ നമ്മൾ ടെസ്റ്റ് ചെയ്തപ്പോ എത്ര ഷുഗർ, അല്ലെ? ബ്ലഡിലെ ടെസ്റ്റ് RBC, WBC ഇതിന്റെയൊക്കെ എത്രയുണ്ട്, ഹീമോഗ്ലോബിൻ എത്രയുണ്ട്, എന്നിട്ട് നമുക്ക് അവിടെ ഡയഗ്നോസ്റ്റിക് സെന്ററിൽ നിന്ന് നമുക്ക് റിപ്പോർട്ട് തരും. ഡോക്ടറിനെ ആണെങ്കിൽ അങ്ങോട്ടേക്കും റിപ്പോർട്ട് തരും. ഇവിടെ പറഞ്ഞേക്കുന്ന ഇൻവെസ്റ്റിഗേഷൻ റിക്വസിഷൻ ക്രിയേറ്റഡ് ആൻഡ് പ്രിന്റഡ് വിത്ത് ഫംഗ്ഷൻ. ഇൻവെസ്റ്റിഗേഷൻ റിക്വസിഷൻ സൃഷ്ടിക്കുകയും അത് പ്രിന്റ് ചെയ്യുകയും റിപ്പോർട്ട് തയ്യാറാക്കുന്നതിനായിട്ട് ആ ബന്ധപ്പെട്ട ഡയഗ്നോസ്റ്റിക് സെന്ററിൽ ആ റിക്വസിഷൻ ലഭ്യമാക്കുകയും ചെയ്യുന്നു, അല്ലെ? ആ റിക്വസിഷൻ അവിടേക്ക് പ്രിന്റ് ചെയ്ത് ഇതാക്കിയാൽ മാത്രമാണ് ഏതാണ് ടെസ്റ്റ് ആണെന്ന് വെച്ചാൽ ചെയ്ത് അതിന്റെ റിപ്പോർട്ട് നമുക്ക് അവൈലബിൾ ആക്കുന്നത്. ഇതാണ് OPD IPD ഇൻവെസ്റ്റിഗേഷൻ കേസസ് പറയുന്നത്. പ്രധാനമായിട്ട് നമ്മൾ OP ചെന്ന് കാണുമ്പോൾ ഡോക്ടർ ഏത് ടെസ്റ്റ് ആണോ ചെയ്യേണ്ടത്, ഡോക്ടർ സജസ്റ്റ് ചെയ്തിട്ടുള്ള ആ ഇൻവെസ്റ്റിഗേഷൻ അത് ഏതാണ് നിർദ്ദേശിച്ച ടെസ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം തന്നെ ക്യാഷ് ബില്ലിങ്ങിൽ ചെന്ന് അത് സെറ്റ് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ബില്ലിങ്ങിന് നേരെ ബന്ധപ്പെട്ട ഡയഗ്നോസ്റ്റിക് സെന്ററിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതിനകത്ത്
നമ്മുടെ ഈ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് കേട്ടോ. ദിസ് ഫ്ലോ ഈസ് നോട്ട് കമ്പൽസറി ഫോർ, ആ ഒരു ഫ്ലോ അത് കമ്പൽസറി അല്ല IPD പേഷ്യന്റിന്റെ കാര്യത്തില്. സിൻസ് ദ ബില്ലിംഗ് ഓഫ് ദ IPD പേഷ്യന്റ് ഈസ് ഡൺ അറ്റ് ദ ടൈം ഓഫ് ഡിസ്ചാർജ്. അത് അണ്ടർലൈൻ ചെയ്തിട്ടെ. ഇത് കമ്പൽസറി അല്ല എന്ന് പറയാൻ കാര്യം എന്താണ്? ഡിസ്ചാർജ് ചെയ്യുമ്പോൾ അവര് അത് ആ ബില്ല് അന്നേരം അത് സെറ്റ് ചെയ്തോളും. പിന്നെ ഒന്നാമത്തെ സെന്റൻസ് നോട്ട് ചെയ്യുക കേട്ടോ. ഈ ഫംഗ്ഷൻ എന്തിനു വേണ്ടിയിട്ടാണ്? എല്ലാ തരത്തിലുള്ള ഡോക്ടർ നിർദ്ദേശിച്ചിട്ടുള്ള എല്ലാ ഇൻവെസ്റ്റിഗേഷനും കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ OPD IPD ഇൻവെസ്റ്റിഗേഷൻ കേസസ് എന്ന ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ ആ ഒരു ഫംഗ്ഷൻ. ഇനി അടുത്ത നോക്കിയേ, IPD അഡ്മിഷൻ ആൻഡ് വാർഡ് അലോക്കേഷൻ. IPD admission and ward allocation. IPD admission and ward allocation. നോക്കി മൂന്നാമത്തെ നോക്കാം. This function of patient IPD admission gives facility to process patient admission and to allocate bed to patient. അപ്പൊ നോക്കിയേ, ഈ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ ഈ ഫംഗ്ഷൻ, ഏത് ഫംഗ്ഷൻ? IPD അഡ്മിഷൻ ആൻഡ് വാർഡ് അലോക്കേഷൻ എന്ന ഫംഗ്ഷൻ എന്ത് ഫെസിലിറ്റിയാ തരുന്നേ? ടു പ്രോസസ് പേഷ്യന്റ് അഡ്മിഷൻ ആൻഡ് അലോക്കേറ്റ് ബെഡ് ടു പേഷ്യന്റ്. പേഷ്യന്റ് അഡ്മിഷൻ ആൻഡ് പേഷ്യന്റിന്റെ അഡ്മിഷനും അവർക്ക് ബെഡ് അനുവദിക്കുന്നതും അല്ലെ? അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ അവർക്കുള്ള ബെഡ് വേണ്ടേ അല്ലെ? അവർക്ക് ഏതാണോ അവർക്ക് ഉള്ള ബെഡ് അനുവദിക്കലും പേഷ്യന്റിന്റെ അഡ്മിഷനും ആ ഒരു ഇതാണ് ഈ ഫംഗ്ഷൻ നിർവഹിക്കുന്നത്. ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ ഈ ഫംഗ്ഷൻ അണ്ടർലൈൻ ചെയ്തിട്ട് ഫസ്റ്റ് സെന്റൻസ്, IPD admission and ward allocation function. The patient gives facility to process patient admission and allocate bed to patient. ബെഡിന് ഈ പേഷ്യന്റിന് ബെഡ് അനുവദിക്കുകയും ചെയ്യുന്നു. The system identifies the patient as a new IPD patient or internally referred from hospital, OPD or CMO. This system identifies the patient as a new IPD patient. ഈ സിസ്റ്റം ഒരു അപ്പൊ നമ്മൾ ഈ അഡ്മിറ്റ് ആകുമ്പോൾ അതെന്താ ഒരു പുതിയ പേഷ്യന്റ് ആയിട്ടാണ് അല്ലെ? പുതിയൊരു അഡ്മിഷൻ വന്നു അല്ലെ? ഹോസ്പിറ്റലിലേക്ക് നമുക്ക് ഒരു പുതിയൊരു അഡ്മിഷൻ വന്നു. ഈ ഫംഗ്ഷൻ നമുക്കൊരു പുതിയൊരു IPD പേഷ്യന്റിനെ തിരിച്ചറിയുന്നു. ഓർ ഇന്റേണലി റെഫേർഡ് ഫ്രം ഹോസ്പിറ്റൽ, അല്ലെങ്കിലോ ഹോസ്പിറ്റലിലെ OPD റെഫർ ചെയ്തതായിരിക്കും. ഓർ CMO ആരാ? ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, മെഡിക്കൽ ഓഫീസർ, ചീഫ് മെഡിക്കൽ ഓഫീസർ, CMO അല്ലെങ്കിൽ റെഫർ ചെയ്യുന്നതായിരിക്കും. അവരിൽ നിന്നോ അല്ലെങ്കിൽ OPDയിൽ നിന്നോ വരുന്ന പേഷ്യന്റ് ആയിരിക്കും ഈ പുതിയ അഡ്മിറ്റഡ് ആയിട്ടുള്ള പേഷ്യന്റിനെ ഈ സിസ്റ്റം ഐഡന്റിഫൈ ചെയ്യുന്നു, തിരിച്ചറിയുന്നു. This function gives information on vacant bed in a hospital. ഇതെന്തെയ്യുന്നു ഈ ഫംഗ്ഷൻ? നമുക്ക് ഹോസ്പിറ്റലിലെ വേക്കന്റ് ബെഡിനെ കുറിച്ച്, വേക്കന്റ് ആയിട്ടുള്ള ബെഡിനെ കുറിച്ച് ഒരു ഇൻഫർമേഷൻ തരുന്നു. This function gives information on vacant beds in a hospital. ഹോസ്പിറ്റലിലെ വേക്കന്റ് ആയി, ഇപ്പൊ ഇന്ന വാർഡില് ഇത്ര ബെഡ് വേക്കന്റ് ആയി, നമുക്ക് നേരെ ഇതിനകത്ത് നോക്കിയാൽ മതി അല്ലേ? അപ്പൊ അതിനകത്ത് ഇവിടെ എത്ര ബെഡ് വേക്കന്റ് ആയി കിടക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ആ പേഷ്യന്റിനെ അങ്ങോട്ടേക്ക് സജസ്റ്റ് ചെയ്യാം. ഇപ്പൊ റൂമാണെങ്കിലും നമുക്ക് ഇന്ന റൂം അവിടെ വേക്കന്റ് ആണ്, അപ്പൊ ഇതിനകത്ത് നോക്കിയാൽ മതി. ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ ഈ ഫംഗ്ഷൻ ഇതിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ പേഷ്യന്റ് IPD അഡ്മിഷൻ ആൻഡ് വാർഡ് അലോക്കേഷൻ, വാർഡ് അനുവദിക്കുന്നത് അവർക്ക് ഇന്ന വാർഡ് എത്ര ബെഡ് വേണം, ഇതൊക്കെ നമുക്ക് ഇതിൽ കൂടെ നമുക്ക് അറിയാൻ പറ്റും. വേക്കന്റ് ആയിട്ടുള്ള ബെഡുകള്, ഹോസ്പിറ്റലിലെ വേക്കന്റ് ബെഡുകള്
അതിനെ കുറിച്ചുള്ള ഒരു ഇൻഫർമേഷൻ തരുന്നു. ദിസ് ഫംഗ്ഷൻ ഗീവ്സ് ഇൻഫർമേഷൻ ഓൺ വേക്കന്റ് ബെഡ്സ് ഇൻ എ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിലെ ബെഡിനെ കുറിച്ച്, വേക്കന്റ് ആയിട്ടുള്ള ബെഡിനെ കുറിച്ച് ഒരു ഇൻഫർമേഷൻ തരികയാണ്. ഓക്യുപ്പൻസി സ്റ്റാറ്റസ് ഓൺ ദാറ്റ് പർട്ടിക്കുലർ പൊസിഷൻ ക്യാൻ ബി ഫൗണ്ട് ഔട്ട് വൈൽ അലോക്കേറ്റിംഗ് ദ ബെഡ്. പിന്നെ ഓക്യുപ്പൻസി സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ ഓക്യുപ്പൈ ചെയ്തിട്ടുള്ളത് ഇപ്പൊ ഒരു വാർഡ്, അതിലൊരു 20 ബെഡ് നമുക്ക് ഉണ്ട്. അപ്പൊ അതിനകത്ത് ഇപ്പൊ എത്ര ഓൾറെഡി എത്ര ഓക്യുപ്പൻസി സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ അവിടെ ഇപ്പൊ എത്ര, ഇപ്പൊ 18 പേര് അവിടെ ഓൾറെഡി ഓക്യുപ്പൈഡ് ആണ്, അല്ലെങ്കിൽ ഓൾറെഡി അഡ്മിറ്റ് ആണ്. ഇത് 2 ബെഡ് മാത്രമേ അവിടെ വേക്കന്റ് ഉള്ളൂ. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് അവർക്ക് അവിടെ വരുന്ന പുതിയ അഡ്മിറ്റ് ആവുന്ന പേഷ്യൻസിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബെഡ് അനുവദിക്കാൻ പറ്റും അല്ലെ? ഇന്ന വാർഡില് 10ാം വാർഡില് അവിടെ 19, 20 ആ 2 ബെഡ് നമ്പർ വേക്കന്റ് ആണ്. അവിടേക്ക് നമുക്ക് അവരെ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും അല്ലേ? ചെയ്യാൻ പറ്റൂലേ? അല്ലേ? അതെ. അപ്പൊ ഓക്യുപ്പൻസി സ്റ്റാറ്റസ് ഓൾറെഡി എത്ര പേര് അതിലുണ്ട് എന്നുള്ള പൊസിഷൻ, അവിടെ എത്ര പേരുണ്ട് എന്നുള്ളത് പറയാൻ പറ്റും. Occupancy status or the particular position can be found out by allocating the bed. അതിനനുസരിച്ച് നമുക്ക് അവിടെ ബെഡ് അനുവദിക്കാൻ പറ്റും. The main function of patient admission facilitate admitting the patient according to requirement, considering the type of admission and the patient condition. Underline ചെയ്തിട്ടേ, വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ആദ്യത്തത് ഒന്ന് അണ്ടർലൈൻ ചെയ്തിടുക കേട്ടോ. മൂന്നാമത്തെ സെന്റൻസ്, ദിസ് ഫംഗ്ഷൻ ഗീവ്സ് ഇൻഫർമേഷൻ ഓൺ വേക്കന്റ് ബെഡ് ഇൻ എ ഹോസ്പിറ്റൽ, അതും അണ്ടർലൈൻ ചെയ്തിടുക. പിന്നെ മെയിൻ ഫംഗ്ഷനാ പറഞ്ഞേക്കുന്നത്. മെയിൻ ഫംഗ്ഷൻ എടുത്ത് ചോദിക്കുമ്പോൾ ഇത് തന്നെ ഇതാ. ദ മെയിൻ ഫംഗ്ഷൻ പേഷ്യന്റ് അഡ്മിഷൻ ആൻഡ് വാർഡ് അലോക്കേഷൻ എന്നുള്ളതിന്റെ മെയിൻ ഫംഗ്ഷൻ എന്താ? ഫെസിലിറ്റേറ്റ് admitting the patient according to requirement. അവർക്കുടെ ആവശ്യം അനുസരിച്ച്. ഇപ്പൊ നമ്മൾ ചെല്ലി അഡ്മിറ്റ് ആകുമ്പോൾ എനിക്ക് വാർഡ് ഇഷ്ടമല്ല, എനിക്ക് വാർഡ് വേണ്ട, എനിക്ക് റൂമാണ്. അപ്പൊ നമ്മുടെ റിക്വയർമെന്റ് നോക്കും അല്ലെ? നമ്മുടെ ആവശ്യം അനുസരിച്ചാണ്. എനിക്ക് റൂം മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് റൂം നോക്കും. എവിടെയാണ് വേക്കന്റ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ ഓൾറെഡി വേക്കന്റ് ആണോ എന്നുള്ളതൊക്കെ നോക്കും. അപ്പൊ എന്തനുസരിച്ചിട്ടാണ് പേഷ്യന്റ് അഡ്മിഷൻ എന്തനുസരിച്ച് ചെയ്യുന്നത്? അക്കോർഡിംഗ് ടു റിക്വയർമെന്റ്, പേഷ്യന്റിന്റെ ആവശ്യകത. കൺസിഡറിംഗ് ദ ടൈപ്പ് ഓഫ് അഡ്മിഷൻ, ഏത് തരത്തിലുള്ള അഡ്മിഷൻ ആണ്. പിന്നെ പേഷ്യന്റ് കണ്ടീഷൻ, പേഷ്യന്റ് നില അല്ലെ? ഇപ്പൊ നമ്മൾ കുറച്ചുകൂടി ശ്രദ്ധ കൊടുക്കേണ്ടത് സീരിയസ് ആയിട്ടുള്ളവർക്കാണെങ്കിൽ അതിനനുസരിച്ചുള്ള നമ്മൾ വാർഡ് റൂം കാര്യങ്ങളൊക്കെ ആയിരിക്കും കൊടുക്കേണ്ടത്. അപ്പൊ സാധാ റൂം ഒന്നും പറ്റില്ല, കുറച്ചുകൂടി റേറ്റ് കൂടിയ, കുറച്ചുകൂടി ഫെസിലിറ്റി കൂടിയ ഇതായിരിക്കും അന്നേരം കൊടുക്കേണ്ടത് അല്ലെ? അപ്പൊ ഇതെല്ലാം നമുക്ക് പേഷ്യന്റ് അഡ്മിഷൻ എന്തിനെ ബേസ് ചെയ്തിട്ടാ കൊടുക്കുന്ന? മെയിൻ ഫംഗ്ഷൻ ഓഫ് ദ പേഷ്യന്റ് അഡ്മിഷൻ ഫെസിലിറ്റേറ്റ്. എന്തൊക്കെ കാര്യങ്ങളാ അണ്ടർലൈൻ ചെയ്തിട്ടേ? ഫെസിലിറ്റേറ്റ് അഡ്മിറ്റിംഗ് ദ പേഷ്യന്റ് അക്കോർഡിംഗ്, എന്തനുസരിച്ചൊക്കെയാ? അവർക്കുടെ റിക്വയർമെന്റ് അനുസരിച്ച്, ടൈപ്പ് ഓഫ് അഡ്മിഷൻ, ഏത് തരത്തിലുള്ള അഡ്മിഷൻ ആണെന്നനുസരിച്ച്, പേഷ്യന്റിന്റെ കണ്ടീഷൻ അനുസരിച്ച്. ഓക്കെ, പേഷ്യന്റിന്റെ കണ്ടീഷൻ എന്ത് അവസ്ഥയാണ്, സീരിയസ് ആണോ അല്ലെങ്കിൽ വലിയ നോർമൽ ആണോ, അപ്പൊ ഏത് കണ്ടീഷൻ അവസ്ഥ എങ്ങനെയാണെന്നുള്ളത് നോക്കിയിട്ട് അതനുസരിച്ച് പേഷ്യന്റ് അഡ്മിഷൻ ചെയ്യുന്നു. The admission of the patient can be directed or referred from a consultant or hospital. Patient direct ചെയ്യുന്ന can be directed or referred from consultant or hospital. നേരെയാകാം അല്ലെങ്കിൽ ഒരു റെഫറൻസിനായിരിക്കാം. കൺസൾട്ടന്റ് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ റെഫർ ചെയ്ത് വേറെ ഹോസ്പിറ്റലിലേക്കാണ് റെഫറൻസ് അല്ലെ? വേറൊരു ഹോസ്പിറ്റലിലേക്ക് കുറച്ചുകൂടി ഉയർന്ന കെയർ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് റെഫറൻസിൽ നിന്നും ഒക്കെ, അല്ലെങ്കിൽ നമുക്ക് നേരിട്ട് നമുക്ക് ഹോസ്പിറ്റലിൽ നിന്നോ അല്ലെങ്കിൽ മറ്റുള്ള റെഫറൻസുകൾ, കൺസൾട്ടന്റിന്റെ റെഫറൻസുകളിൽ നിന്നൊക്കെ നേരിട്ട് നമുക്ക് റെഫർ ചെയ്യാൻ പറ്റുന്നതാണ്. The category of the patient can be company, self, government scheme, ഇൻഷുറൻസ് ആൻഡ് MLC. MLC എന്ന് പറഞ്ഞാൽ മെഡിക്കൽ ലീഗൽ കേസസ്, മെഡിക്കോ ലീഗൽ കേസസ്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ളത് അതൊക്കെ ആ രീതിയിൽ ഇപ്പൊ നമ്മള് കാറ്റഗറി പേഷ്യന്റ്, പല കാറ്റഗറിയിലുള്ള പേഷ്യൻസ് ഉണ്ടാവും
അല്ലെ? കമ്പനീസ് നിന്ന് അങ്ങനെ വല്ല ഇൻഷുറൻസോ കാര്യങ്ങളൊക്കെ ഉള്ള അങ്ങനെയാകാം, സെൽഫ് ആയിട്ടുള്ളതാവാം, ഗവൺമെന്റ് സ്കീമുകളുള്ളവരാവാം, ഈ RSPY കാർഡ് അങ്ങനെയൊക്കെ ഉള്ള പേഷ്യൻസ് ഒക്കെ അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെയൊക്കെ ഉള്ളതാകാം, അല്ലെങ്കിൽ ഇൻഷുറൻസ് ഉള്ള പേഷ്യൻസ് ആകാം. ആൻഡ് MLs മെഡിക്കൽ ലീഗൽ കേസസ്, ഇപ്പൊ നമ്മളെ വല്ല ക്രിമിനൽ അങ്ങനെയൊക്കെ ഇല്ലേ, ഇങ്ങനെയുള്ള കുറ്റകൃത്യം അങ്ങനെയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള അങ്ങനെയൊക്കെ ആകാം. ഡിപ്പെൻഡിങ് ഓൺ വെൻ ദ അഡ്മിഷൻ പ്രൊസീജിയർ. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് ഇതിനെല്ലാം ബേസ് ചെയ്തിട്ടാണ് അഡ്മിഷൻ പ്രൊസീജിയർ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പൊ ഓരോന്നിനെ അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ പ്രത്യേക അഡ്മിഷൻ അല്ലെങ്കിൽ ഇതൊക്കെ ഉണ്ട്. അപ്പൊ ഇതൊക്കെ ബേസ് ചെയ്തിട്ടാണ് അഡ്മിഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത്. അണ്ടർലൈൻ ചെയ്തിട്ട് ആ സെന്റൻസ്. The category of the patient can be company, self, government scheme, insurance, and MLC, depending on when the admission procedure is completed. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ടാണ് ആ അഡ്മിഷൻ പ്രൊസീജിയർ കംപ്ലീറ്റ് ആവുന്നത്. Once the patient is admitted in the hospital, ഒരു പ്രാവശ്യം ആ പേഷ്യന്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയാണെങ്കിൽ the room charges start from the time of admission. അപ്പൊ ആ പേഷ്യന്റ് അഡ്മിറ്റ് ആകുന്ന ആ സമയം, ഇപ്പൊ അഡ്മിറ്റ് ആക്കിയില്ലേ, ആ സമയം മുതൽ റൂം ചാർജ് ഈടാക്കും. ഉണ്ടോ? Once the patient admitted in the hospital, the room charge starts. റൂം ചാർജ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങും. അപ്പൊ അത് മുതൽ അവര് റൂം ചാർജ് എടുക്കും. ഫ്രം ദ ടൈം ഓഫ് അഡ്മിഷൻ, അഡ്മിഷൻ ആക്കുമ്പോൾ മുതൽ റൂം ചാർജ് അവര് എടുക്കും. The case paper is the printed of the patient is printed from the system and is sent to the respective nursing station. അപ്പൊ അഡ്മിറ്റ് ആക്കുമ്പോൾ തന്നെ അവരുടെ കേസ് പേപ്പർ ഇല്ലേ, കേസ് പേപ്പർ എന്ന് പറഞ്ഞാൽ എന്താ? കേസ് പേപ്പർ എന്താ? Detailed account of patient illness, diagnosis, treatment, follow. അപ്പൊ പേഷ്യന്റിന്റെ വിവരങ്ങളൊക്കെയുള്ള, പേഷ്യന്റ് രോഗം, ഏതെങ്കിലും ഡയഗ്നോസിസ്, ട്രീറ്റ്മെന്റ്, ഇതെല്ലാം ഉള്ള ആ ഒരു റിപ്പോർട്ട്, അതാണ് കേസ് പേപ്പർ എന്ന് പറയുന്നത്. അപ്പൊ എന്ത് ചെയ്യുന്നു? കേസ് പേപ്പർ ഓഫ് ദ പേഷ്യന്റ് ഈസ് പ്രിന്റഡ് ഫ്രം ദ സിസ്റ്റം. അപ്പൊ ഓൾറെഡി കേസ് പേപ്പറും അതിന്റെ ഫുൾ ഡീറ്റെയിൽസ്, പേഷ്യന്റിന്റെ എല്ലാ ഡീറ്റെയിൽസ് ആണെങ്കിൽ ആ കേസ് പേപ്പറും പ്രിന്റ് ചെയ്യും. ആൻഡ് from the system and is sent to, അത് എങ്ങോട്ട് കൊടുക്കും? എന്നിട്ട് നേരെ ബന്ധപ്പെട്ട നേഴ്സിംഗ് സ്റ്റേഷനിലേക്ക് കൊടുക്കും. അതായത് ഓരോ ഇപ്പൊ വാർഡ് അതേ റൂമും അവിടെ ഒരു നേഴ്സിംഗ് സ്റ്റേഷൻ ഉണ്ടാവില്ല, ഓരോ ഫ്ലോറിൽ ഒന്നോ രണ്ടെണ്ണോ ഒക്കെ ഉണ്ടാവും. അപ്പൊ ഇത്ര റൂമുകൾ ആ ഒരു നേഴ്സിംഗ് സ്റ്റേഷൻ ആ ഒരു ഇതിന്റെ പരിധിയിലായിരിക്കും. അപ്പൊ അവിടത്തെ ആ നേഴ്സുമാരായിരിക്കും, അവിടെ ഡ്യൂട്ടിയിൽ ഒരു ഹെഡ് ഉണ്ടാവും, പിന്നെ കുറെ നേഴ്സുമാരൊക്കെ ഉണ്ടാവും. അപ്പൊ അവര് അത്രയും ഇപ്പൊ 1 മുതൽ അല്ലെങ്കിൽ 200 മുതൽ 240 വരെയുള്ള റൂമുകളുടെ കാര്യം അവരാ നോക്കുന്നത്. അങ്ങനെ ഓരോ സെപ്പറേറ്റ് നേഴ്സിംഗ് സ്റ്റേഷനും ഉണ്ടാവും. അപ്പൊ നമ്മൾ ഈ കേസ് പേപ്പർ പ്രിന്റ് ചെയ്തിട്ട് അപ്പൊ എവിടെയാ ആ പേഷ്യന്റിനെ അഡ്മിറ്റ് ആക്കിയേക്കണേ അത് ബന്ധപ്പെട്ടിട്ടുള്ള നേഴ്സിംഗ് സ്റ്റേഷനിലേക്ക് അതയക്കും. മനസ്സിലാവില്ല നിങ്ങൾക്ക്? അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള നേഴ്സിംഗ് സ്റ്റേഷനിലേക്ക് അയക്കും കേസ് പേപ്പറിന്റെ പ്രിന്റ്. ഓക്കെ, അപ്പൊ അവർക്ക് മനസ്സിലാവുമല്ലോ. Once the admission of the patient is completed, IPD, if നോക്കിയേ, completed, the IPD identification number is created by the system for that particular admission of the patient. അപ്പൊ പേഷ്യന്റ് അഡ്മിറ്റ് ആവുകയാണ്, പേഷ്യന്റിന്റെ അഡ്മിഷൻ പ്രൊസീജിയർ എല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യുന്നു? IPD ഐഡന്റിഫിക്കേഷൻ നമ്പർ, IPD നമ്പർ കൊടുക്കും. IPD number is created by the system for that particular admission of the patient. ആ അഡ്മിഷന് വേണ്ടിയിട്ട്, പേഷ്യന്റിന്റെ അഡ്മിഷന് ക്ലിയർ ആക്കുന്നതിന് വേണ്ടിയിട്ട് IPD ഐഡന്റിഫിക്കേഷൻ നമ്പർ അതും കൂടി വെച്ച് അവര് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കും. The IPD പിന്നെ എന്ത് ചെയ്യുന്നു? The IPD admit card is also printed along with the case paper. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ, അതും കൂടി അതിന്റെ മുകളിലുള്ള സെന്റൻസ് കൂടി ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടാ കേട്ടോ. അതായത് ഇതും കൂടി ഒന്ന് നോക്കാം. This case paper of the patient is printed from the system and is sent to, എങ്ങോട്ട് അയക്കുന്നേ? Sent to, എങ്ങോട്ട് അയക്കും? Sent to nursing station. അണ്ടർലൈൻ ചെയ്തിട്ടേതാ? nursing station. nursing station, nursing stationലേക്ക് അയക്കും.
Once the admission of the patient admission complete, IPD identification number is created by the system and the particular admission of the patient admission. The IPD admit card is also printed along with the case paper. Underline case paper IPD admit card admit admission number patient admit number IPD admit number IPD identification number admit card the IPD admit card is also printed along with the case paper. Next, the system informs with audio visual alert to the respective nursing station about the admission of patient under them and to prepare a room for the patient. നമ്മുടെ കീഴില് ഒരു പേഷ്യന്റ് വന്നിട്ടുണ്ട്, അങ്ങനെ ഒരു ഓഡിയോ വിഷ്വൽ അത് കോൾ വഴിയാണെങ്കിലും ഈ HISC വിളിച്ച് ആ ഒരു ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ നിന്ന് ഓഡിയോ വിഷ്വൽ അലർട്ട് കൊടുക്കും ആ നേഴ്സിംഗ് സ്റ്റേഷനിലേക്ക് about the പേഷ്യന്റിന്റെ അഡ്മിഷനെ കുറിച്ച്. എന്നിട്ട് അവിടെ പേഷ്യന്റിന് റൂം ഒക്കെ തയ്യാറാക്കട്ടെ, ഇന്ന റൂമിലേക്ക് ഒരു പുതിയ പേഷ്യന്റ് അഡ്മിറ്റ് ആയിട്ടുണ്ട് എന്നുള്ളത് നേഴ്സിംഗ് സ്റ്റേഷനിലേക്ക് ഓഡിയോ വിഷ്വൽ കൊടുക്കും. പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്യുന്ന നമ്മുടെ കീഴിലുള്ള ആ പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്യുന്നതിനെ കുറിച്ചും പേഷ്യന്റിന് ആ ഒരു റൂം വേണമല്ലോ തയ്യാറാക്കുന്നതിനെ കുറിച്ചും ഒക്കെ ബന്ധപ്പെട്ട് നേഴ്സിംഗ് സ്റ്റേഷനിലേക്ക് എന്ത് ചെയ്യുന്നു, ഒരു ഓഡിയോ വിഷ്വൽ അലേർട്ട് കൊടുക്കും. എന്നാൽ ഇപ്പൊ ഒരു അഡ്മിറ്റ് വന്നിട്ടുണ്ടെന്ന് അപ്പത്തേക്ക് അവര് സജ്ജായിരിക്കണ്ടേ, അപ്പൊ അതുകൊണ്ട് അവരെയും അത് അറിയിക്കും. In the case of MLC, medical legal cases, അതിന്റെ കാര്യത്തില് the system stores the details of police station. കണ്ടോ, അപ്പൊ അങ്ങനെ ക്രിമിനലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ള പേഷ്യൻസ് ആണെങ്കിൽ അത് ഏത് പോലീസ് സ്റ്റേഷന്റെ പരിധിക്ക് വരുന്നതാണ് ആ ഡീറ്റെയിൽ അവർ വെക്കും ഈ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ ഒപ്പം തന്നെ. സാധാരണ നമ്മൾ ചെല്ലുകയാണെങ്കിൽ ഇത്രയും കാര്യങ്ങളൊക്കെ മതി. ഇനി MLC മെഡിക്കൽ ലീഗൽ കേസസിന്റെ കാര്യമാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുന്നു, അതിന്റെ കൂടെ എക്സ്ട്രാ ഈ ഡീറ്റെയിലും കൂടിയും എടുക്കും. എന്തൊക്കെയാ, ഏത് പോലീസ് സ്റ്റേഷന്റെ കീഴിൽ വരുന്നതാണ് ഈ കേസ്. Then the name of the official informed about the medical legal cases. നമുക്ക് അതിനെ കുറിച്ച് ഇൻഫർമേഷൻ തന്നില്ലേ, അല്ലെങ്കിൽ അവിടെ കൊണ്ടുപോകുന്ന ഓഫീസർ ഇല്ലേ, ആ ഓഫീസറിന്റെ പേര്, ഏത് പോലീസ് സ്റ്റേഷനിലെ ഏത് ഓഫീസറാണ് ആ പേഷ്യന്റിനെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നുള്ളത്, ആ ഇൻഫർമേഷനും കൂടി അവര് കളക്ട് ചെയ്യും. Name of the official informed about the medical legal cases. അണ്ടർലൈൻ ചെയ്തിട്ട് അതും കൂടി ഓക്കെ. ആ പാരഗ്രാഫ് ഒക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കണം കേട്ടോ. കുഞ്ഞു സെന്റൻസുകൾ ഉണ്ട്, നമുക്ക് അവിടെ എക്സാമിന് ചോദിക്കാൻ പാകത്തിനുള്ള സെന്റൻസ് ഉണ്ട്. ഓക്കെ, അതൊക്കെ നോക്കാം. Name of the official informed about the medical case. അതിനെ കുറിച്ച് ഇൻഫോം ചെയ്തിട്ടുള്ള പോലീസും പോലീസിന്റെ പേരും പിന്നെ അതുപോലെ തന്നെ സ്റ്റേഷനും ഏത് സ്റ്റേഷന്റെ പരിധിയിൽ വന്നതാണ് ഏത് സ്റ്റേഷനിൽ നിന്നാണെന്നുള്ളതും കൂടി അവരെന്ത് ചെയ്യുന്നു, അതുകൂടി HIS ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ ഇതിന്റെ ഇത്രയും കാര്യങ്ങളുടെ കൂടി എന്ത് ചെയ്യുന്നു, അവരെ ശേഖരിച്ചു വെക്കും. അതിനുശേഷം മാത്രമേ അവരെ അഡ്മിറ്റ് ആക്കത്തുള്ളൂ. ഓക്കെ, ഇനി അടുത്തതാണ് പേഷ്യന്റ് ഷിഫ്റ്റിംഗ്. പേഷ്യന്റ് ഷിഫ്റ്റിംഗ്. അപ്പൊ ആ പാരഗ്രാഫില് നിങ്ങൾ അണ്ടർലൈൻ ചെയ്തിട്ടത് ഒന്നുകൂടി ഒന്ന് നോക്കിയേ. ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിട്ടില്ലേ, നോക്കിയേ. വലിയൊരു പാരഗ്രാഫാണ്. ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തില്ലേ, ഫംഗ്ഷൻ ഓഫ് ദ പേഷ്യന്റ് IPD admission is facility to process patient admission and allocate the bed to patient. ഓക്കെ, അത് അണ്ടർലൈൻ ചെയ്തു. പിന്നെ അതിനകത്ത് നമ്മൾ ഫംഗ്ഷനാ പറഞ്ഞത്. മൂന്നാമത്തെ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തത് ഒന്നുകൂടെ കൃത്യമാണെന്ന് നോക്കിയോട്ടോ. ദിസ് ഫംഗ്ഷൻ ഗീവ്സ് ദ ഇൻഫർമേഷൻ ഓൺ ദ വേക്കന്റ് ബെഡ് ഇൻ ദ ഹോസ്പിറ്റൽ. വേക്കന്റ് ബെഡിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ തരും. പിന്നെ മെയിൻ ഫംഗ്ഷൻ അടുത്ത സെന്റൻസും അണ്ടർലൈൻ ചെയ്തിടാം. മെയിൻ ഫംഗ്ഷൻ ഓഫ് ദ പേഷ്യന്റ് അഡ്മിഷൻ ഫെസിലിറ്റേറ്റ് എന്തൊക്കെയാണെന്നുള്ളത്.
patient according to the requirement, considering the type of admission and the patient condition. അതനുസരിച്ചിട്ടാണ് ആ പേഷ്യന്റ് അഡ്മിഷൻ അതിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ കൂടി നോക്കിയിട്ടാണ് അവരെ അഡ്മിറ്റ് ചെയ്യുന്നത്. ഓക്കെ. പിന്നെ ആ ഒരു സെന്റൻസ്, കുഞ്ഞു സെന്റൻസ് കൂടി ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് അതിന് മുന്നുള്ളതും കൂടി. occupancy status on that particular position can be found out while allocating the bed. അപ്പൊ നമ്മൾ ഓൾറെഡി അതിനകത്ത് എത്രത്തോളം ആളുകളുണ്ട്, occupancy സ്റ്റാറ്റസ് അത് നോക്കിയിട്ടാണ് ശരിക്കും അവർക്ക് എന്ത് ചെയ്യുന്നത്, ബെഡ് അനുവദിക്കുന്നത്. നമുക്ക് അതിനകത്ത് നോക്കി അറിയാൻ പറ്റുമല്ലോ. ഇപ്പൊ ചില വാർഡിൽ എല്ലാ ബെഡിലും ആളുകളുണ്ട്, അപ്പൊ സ്റ്റാറ്റസ് നോക്കുമ്പോ അറിയാൻ പറ്റും. ഇനി വേക്കന്റ് ഉണ്ടോ, അവിടെ വേക്കന്റ് ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ടേക്ക് അവർക്ക് ബെഡ് അനുവദിക്കാൻ പറ്റും, ഇനി അവരെ അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അതിനകത്ത് പറഞ്ഞത് പോയിന്റ്, പിന്നെ അടുത്ത സെന്റൻസ് നോക്കി, 1-2 ഇത് കഴിഞ്ഞിട്ട് ഓക്കെ. ദ കാറ്റഗറി അല്ലെ, അടുത്ത സെന്റൻസ് പറഞ്ഞു നമ്മള്. The category of the patient can be company, self-government, scheme, insurance and emergency depending on when the admission procedure. അതിനെ ബേസ് ചെയ്തിട്ടാണ് അഡ്മിഷൻ പ്രൊസീജിയർ അവർക്ക് കംപ്ലീറ്റ് ആക്കുന്നത്. പിന്നെ അടുത്ത സെന്റൻസ് നോക്കി, once the patient is admitted in the hospital, the room charge starts from the time of dash, time of admission. അഡ്മിഷൻ ആകുന്ന ടൈം മുതൽ റൂം ചാർജ് സ്റ്റാർട്ട് ചെയ്യും. അഡ്മിറ്റ് ആയി അപ്പം തന്നെ അന്ന് തുടങ്ങി അവർക്കുള്ള റൂം, ഇന്ന് നമ്മൾ അഡ്മിറ്റ് ആയി അപ്പൊ തുടങ്ങി ആ റൂമിന്റെ പൈസ അവരവിടെ എടുക്കും. ഓക്കെ, അതും അണ്ടർലൈൻ ചെയ്തിടാം. പിന്നെ അടുത്തത് കേസ് പേപ്പറിന്റെ കാര്യം. കേസ് പേപ്പർ ഓഫ് ദ പേഷ്യന്റ് ഈസ് പ്രിന്റഡ് ഫ്രം ദ സിസ്റ്റം ആൻഡ് ഈസ് സെൻഡ് ടു, എങ്ങോട്ട് അയക്കുന്നേ, കേസ് പേപ്പർ എങ്ങോട്ട് അയക്കുന്നേ, നേഴ്സിംഗ് സ്റ്റേഷൻ. അതും അണ്ടർലൈൻ ചെയ്തിട്ട്. പിന്നെ അടുത്ത സെന്റൻസ് നോക്കിയേ, അടുത്ത സെന്റൻസ് IPDയുടെ കാര്യം അല്ലെ. നോക്കിയേ, IPD സ്റ്റേഷൻ. നോക്കി അടുത്ത സെന്റൻസ് ഒന്ന് നോക്കി വെച്ചോട്ടോ. അതായത് the number, once the admission of the patient is completed, the IPD identification number is created by the system for that particular admission of the patient. Once the admission of the patient is completed, IPD identification number is created. Number is created. പിന്നെ അതിന്റെ ഒപ്പം തന്നെ IPD admit card അത് കൂടി നോക്കി വയ്ക്കാം. The IPD admit card is also printed along with the dash. എന്നിന്റെ ഒപ്പം തന്നെ പ്രിന്റ് ചെയ്യും കേസ് പേപ്പർ, അത് നോക്കി വയ്ക്കാം. കുറേ കുഞ്ഞു കുഞ്ഞു ക്വസ്റ്റ്യൻസ് ഉണ്ട് ആ പാരഗ്രാഫിൽ. കേസ് പേപ്പറിന്റെ ഒപ്പം തന്നെ IPD അഡ്മിറ്റ് കാർഡ് അവർ പ്രിന്റ് ചെയ്യും, അതുകൂടി അതിന്റെ ഒപ്പം തന്നെ പ്രിന്റ് ചെയ്യും. നോക്കിയേ നെക്സ്റ്റ് സെന്റൻസ്. പിന്നെ അടുത്തത് ഈ മെഡിക്കൽ ലീഗൽ കേസസിന്റെ കാര്യത്തില്. അപ്പൊ പോലീസ് സ്റ്റേഷൻ ഏതാണെന്നുള്ളതും അതിന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്റെ പേരും അവരവിടെ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ അവർ സ്റ്റോർ ചെയ്യും. ഇത്രയും കാര്യങ്ങളാണ് അതിൽ വരുന്നത്. കുഞ്ഞു ഇതും കൂടി ഉള്ളു, പേഷ്യന്റ് ഷിഫ്റ്റിംഗ്. പേഷ്യന്റിനെ ഷിഫ്റ്റ് ചെയ്യുന്നു. നമ്മളും മാറാറില്ലേ, നമ്മൾ അഡ്മിറ്റ് ആയി കഴിഞ്ഞപ്പോ ആദ്യം ചിലപ്പോ വലിയ സൗകര്യമില്ലാത്ത മുറിയായിരിക്കും. അപ്പൊ നമ്മൾ കുറച്ചും കൂടി അവരോട് പറയും അല്ലെ, കുറച്ചും കൂടി നല്ലൊരു റൂം നമുക്ക് വേണം എന്ന് പറയുമ്പോ അവര് പറയും ഇപ്പൊ അവിടെ വേക്കന്റ് ആയിട്ടില്ല, ആ പേഷ്യന്റ് ഇന്ന് അവിടെ ഡിസ്ചാർജ് ആണ്, ഒന്ന് റൂം ക്ലീൻ ചെയ്തിട്ട് നിങ്ങൾക്ക് അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യാന്ന് പറയും അല്ലെ. അങ്ങനെ പേഷ്യന്റ് ഷിഫ്റ്റ് ചെയ്യാറില്ലേ ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ തന്നെ അല്ലെ. അത് ആ ഒരു ഇതാണ് പേഷ്യന്റ് ഷിഫ്റ്റിംഗ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ. എന്താ ചെയ്യുന്നതൊക്കെ, ദിസ് ഫംഗ്ഷൻ ഓഫ് ദ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റം ഫെസിലിറ്റേറ്റ്, എന്തിനുള്ള സൗകര്യം കൊടുക്കുന്നു, പേഷ്യന്റ് ഫ്രം വൺ റൂം ടു അനദർ ഇൻസൈഡ് ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിന്റെ ഒരു റൂമിൽ നിന്ന് മറ്റൊരു റൂമിലേക്ക് പേഷ്യന്റിനെ ഷിഫ്റ്റ് ചെയ്യാനുള്ള സൗകര്യം ഒരുക്കുന്നു. ഏത് ഫംഗ്ഷൻ ഓഫ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റം, patient shifting in the function. Underline ചെയ്ത ഫസ്റ്റ് സെന്റൻസ് തന്നെ. This function of the hospital management system facilitate shift a patient from one room to another inside the hospital. ഹോസ്പിറ്റലിന്റെ ഉള്ളില്
ഉള്ളിൽ തന്നെ ഒരു റൂമിൽ നിന്ന് മറ്റൊരു റൂമിലേക്ക് പേഷ്യന്റിനെ ഷിഫ്റ്റ് ചെയ്യുന്നതിനുള്ള ഒരു സൗകര്യം ആ ഒരു ഇത് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ പേഷ്യന്റ് ഷിഫ്റ്റിംഗ് എന്ന ഫംഗ്ഷൻ നിർവഹിക്കുന്നു. കിട്ടിയില്ലേ? ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ തന്നെ പേഷ്യന്റിനെ ഷിഫ്റ്റ് ചെയ്യുന്നത്. With this facility, a patient actual position can be updated online so that the interval functions such as billing, investigation, surgery are planned. ഈ ഫെസിലിറ്റി വെച്ച പേഷ്യന്റ് ഷിഫ്റ്റിംഗ് ഇപ്പൊ നമ്മൾ ആദ്യം അഡ്മിറ്റ് ആക്കുമ്പോ ഇപ്പൊ റൂം നമ്പർ 10 ആയിരുന്നു. പിന്നെ അടുത്ത കുറച്ചും കൂടി നമ്മൾ സൗകര്യം വേണമെന്ന് അവരോട് പറയുമ്പോൾ അവര് വേണമെങ്കിൽ 20ാമത്തെ റൂം നമ്പറിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. അപ്പൊ ശരിക്കും നമ്മൾ ഈ ആ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം, ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ അതിൽ നമ്മൾ ആ പേഷ്യന്റ് ഏത് റൂമിലാണെന്നുള്ള കറക്റ്റ് പൊസിഷൻ അപ്ഡേറ്റ് ചെയ്യും, ഓൺലൈനായിട്ട് അപ്ഡേറ്റ് ചെയ്യും. അപ്പൊ അതിനനുസരിച്ചാണ് അവിടെ എന്ത് ചെയ്യുന്നത്, ബില്ലിങ്, മറ്റുള്ള ഇൻവെസ്റ്റിഗേഷൻ, സർജറി ഒക്കെ പ്ലാൻ ചെയ്യുന്നത്. അവരുടെ കറക്റ്റ് പൊസിഷൻ എവിടെയാന്ന് മനസ്സിലാവണ്ടേ? ഇത്ര റൂമിൽ കിടക്കുന്ന ഇത്രാമത്തെ പേഷ്യന്റ് അല്ലെങ്കിൽ ബെഡ് നമ്പർ സഹിതം അവരവിടെ കറക്റ്റ് പൊസിഷൻ അവിടെ ഓൺലൈനായിട്ട് തന്നെ ആ ഇതിനകത്തിട്ട് അപ്ഡേറ്റ് ചെയ്യും. അപ്ഡേറ്റ് ഓൺലൈൻ സോ ദാറ്റ് ദ ഇന്റേണൽ ഫംഗ്ഷൻ സച്ച് ആസ് അതിനനുസരിച്ചാണ് ബില്ലിങ്, ഇൻവെസ്റ്റിഗേഷൻ, സർജറി ഒക്കെ പ്ലാൻ ചെയ്യാൻ. ഈ യഥാർത്ഥ സാധനം നമുക്ക് ഓൺലൈനിൽ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. അതിനനുസരിച്ച് നമുക്ക് എന്ത് ബില്ലിങ്, ഇൻവെസ്റ്റിഗേഷൻ, സർജറി ഒക്കെ പ്ലാൻ ചെയ്യാം. ദ പൊസിഷൻ ഓഫ് ദ പേഷ്യന്റ്, ഇനി നോക്കിയേ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പേഷ്യന്റിന്റെ പൊസിഷൻ എന്ന് പറയുന്നത്, പൊസിഷൻ ഓഫ് ദ പേഷ്യന്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ് സിൻസ് ഓൾ ദ ചാർജസ് ആർ ലൈക്ക് സർജറി, പ്രൊസീജിയർ, ഇൻവെസ്റ്റിഗേഷൻ are related to room category. നിങ്ങൾക്ക് അങ്ങനെ അറിയാവുന്ന നമുക്ക് അനുഭവം ഉള്ളതായിരിക്കും അല്ലെ? ആ പേഷ്യന്റ് ഏത് പൊസിഷനിൽ കിടക്കുന്നു ആ പൊസിഷൻ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ദ പൊസിഷൻ ഓഫ് ദ പേഷ്യന്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. പേഷ്യന്റിന്റെ പൊസിഷൻ വളരെയധികം പ്രധാനമുണ്ട്. എന്താ അതിനനുസരിച്ചിട്ടാണ് ചാർജ് വന്നത്. ഇപ്പൊ സർജറി ആവട്ടെ, ഓരോ നടപടികൾ, പ്രൊസീജിയർ, ഇൻവെസ്റ്റിഗേഷൻ, ഇതെല്ലാം ആ റൂം കാറ്റഗറി അനുസരിച്ചാ. അതാണ് നിങ്ങൾക്ക് അങ്ങനെ അറിയാമോ? ഇപ്പൊ വാർഡിൽ കിടക്കുന്ന പേഷ്യന്റിന് ഈ ഒരു സർജറിക്ക് ചിലപ്പോ ഒരു 10,000 രൂപയായിരിക്കും കെട്ടേണ്ടത്. ഞാൻ ഒരു എക്സാമ്പിൾ, വെറുതെ ഒരു എക്സാമ്പിൾ പറഞ്ഞോട്ടോ, കറക്റ്റ് എമൗണ്ട് ഒന്നും അല്ല പറയുന്നേ. വാർഡിൽ കിടക്കുന്ന പേഷ്യന്റിന് ഇന്നൊരു സർജറി ചെയ്യണം, ഒരു ബയോപ്സി ചെയ്യണം, അതിന് 10,000 രൂപ. നേരെ മറിച്ച് റൂമിൽ കിടക്കുന്നവരായിരിക്കും ഡബിൾ ചാർജ് ആയിരിക്കും, 20,000 രൂപയായിരിക്കും അവർക്ക് ഈടാക്കുന്നത്. അങ്ങനെ ഇല്ലേ? അല്ലെ? മിക്ക ഹോസ്പിറ്റലിലും അങ്ങനെ. അവരുടെ ഏത് റൂം കാറ്റഗറിയിലും പെട്ടവരാണ് അതിനെ റിലേറ്റ് ചെയ്തിട്ടായിരിക്കും ഇതിന്റെയൊക്കെ ചാർജ് വരുന്നത്. കണ്ടോ? അപ്പൊ പൊസിഷൻ, ആ പേഷ്യന്റിന്റെ പൊസിഷൻ, പേഷ്യന്റിന് എവിടെയാണ് കിടക്കുന്ന, റൂമിലാണോ വാർഡിലാണോ അന്നുള്ള സാധനം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതനുസരിച്ചാണ് നമുക്ക് ഇതിന്റെ ഫീസ്, ആ റൂം കാറ്റഗറി അനുസരിച്ചിട്ടാണ് ഈ ഓരോ സർജറിയുടെ ഫീസ് വരുന്നത്. ഇപ്പൊ എന്റെ അച്ഛന് ഇവിടെ അമൃതയിൽ കുറച്ച് നാള് ഹോസ്പിറ്റലിൽ കിടന്നായിരുന്നു. കണ്ണിനൊരു ട്രീറ്റ്മെന്റ്, ഗ്ലോക്കോമ ആയിരുന്നു. അപ്പൊ അതിന്റെ സർജറി ഒക്കെ ആയിട്ട്. അപ്പൊ ഇങ്ങനെ നമുക്ക് ആദ്യമൊന്നും ഇത്ര ഡീറ്റെയിൽ ആയിട്ടേ കാര്യം ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിൽ നമുക്കൊരു അനുഭവം വരുമ്പോഴല്ലേ നമുക്ക് ഇതാവുന്നേ. അപ്പൊ ഇങ്ങനെ സർജറിയുടെ പൈസ വന്നപ്പോ ആള് റൂമിലായിരുന്നു റൂം അവിടെ എടുത്തിരുന്നു. അപ്പൊ നോക്കിയപ്പോ ഡബിൾ ചാർജ് ആണ് അവിടെ. നമ്മുടെ നെയ്ബർ അല്ലെങ്കിൽ അവർക്ക് ഇങ്ങനെ ചെയ്തപ്പോ ഇത്ര രൂപയായുള്ളൂ. പേവാർഡിലാണെങ്കിൽ ചാർജ് കൂടും, പേവാർഡിലും ചാർജ് കൂടും. അപ്പൊ നമുക്ക് അത് പറഞ്ഞ ഏത് റൂം കാറ്റഗറി ആക്കി നോക്കിയിട്ടാണ്. അപ്പൊ നമ്മൾ ഇത്രയും രൂപയ്ക്കാന്നൊക്കെ ഉള്ളൊരു ഇതല്ലേ പറയുന്നത്. പക്ഷെ നേരെ റൂം ആയപ്പോഴത്തേക്കും ഡബിൾ ചാർജ് ആയി, ആ സർജറിക്ക് നേരെ ഡബിൾ ആയി പൈസ. ഓക്കെ, അപ്പൊ ആ റൂം കാറ്റഗറി വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിനനുസരിച്ചാണ് ഇങ്ങനെ ഇത് വരുന്നത്. ഓക്കെ, അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ. ദ പൊസിഷൻ ഓഫ് ദ പേഷ്യന്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ് സിൻസ് all the charges are ഏതൊക്കെയാ, ലൈക്ക് സർജറി, പ്രൊസീജിയർ, ഇൻവെസ്റ്റിഗേഷൻ ആർ റിലേറ്റഡ് ടു റൂം കാറ്റഗറി. കാറ്റഗറി അനുസരിച്ചാണ് ഇതിന്റെ എല്ലാം ചാർജ് വരുന്നത്. ഓക്കെ, അപ്പൊ പേഷ്യന്റ് ഷിഫ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ തന്നെ പേഷ്യന്റ് ഷിഫ്റ്റ് ചെയ്യാനുള്ള ഫെസിലിറ്റി ആണ് ഈ ഹോസ്പിറ്റൽ മാനേജ്മെന്റിന്റെ ഈ ഫംഗ്ഷൻ. പേഷ്യന്റ് ഷിഫ്റ്റിംഗ് എന്ന ഫംഗ്ഷൻ അതിനുള്ള സൗകര്യം തന്നെയാണ്. ഓക്കെ, ആ പേഷ്യന്റിന്റെ സ്ഥാനം വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് എവിടെ കിടക്കുന്നതെന്നുള്ളത്. അതിനനുസരിച്ചായിരിക്കും ഇങ്ങനെ ആ റൂം കാറ്റഗറിനെ ബേസ് ചെയ്തിട്ടായിരിക്കും എല്ലാ ചാർജുകളും ഈടാക്കുന്നത്. ക്ലിയർ ആയോ അത്? ഓക്കെ ഓക്കെ
ഇനിയാണ് ഡെപ്പോസിറ്റ്, അഡ്വാൻസ്, റീഫണ്ട്, അക്കൗണ്ട്സ് ആൻഡ് കൺസെഷൻസ്. ഇതൊക്കെ നമുക്ക് അറിയാവുന്നേ. ഡെപ്പോസിറ്റുകൾ, അഡ്വാൻസ്, നമ്മള് ഹോസ്പിറ്റലിലൊക്കെ അഡ്വാൻസ് ഇത്ര എമൗണ്ട് അടയ്ക്കൂലേ, അഡ്വാൻസ് ഒക്കെ അടയ്ക്കൂലേ. പിന്നെ അതുപോലെ തന്നെ എല്ലാം കഴിഞ്ഞ് എല്ലാ ബില്ലും സെറ്റ് ചെയ്യുമ്പോൾ ബാക്കി ക്യാഷ് ഉണ്ടെങ്കിൽ നമുക്ക് റീഫണ്ട് തരും അവര്, അല്ലെ? ഓൾറെഡി നമ്മളോട് കുറച്ച് പൈസ അഡ്വാൻസ് ആയിട്ട് മേടിച്ചിട്ട് അവര് എല്ലാം ഇതൊക്കെ കഴിഞ്ഞ് സെറ്റ് ചെയ്ത് നമ്മൾ പോരുമ്പോ റീഫണ്ട് എത്രയാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് തരും. പിന്നെ അതുപോലെ ഡിസ്കൗണ്ടുകളും ഇങ്ങനെ മറ്റേ വല്ല ഈ കമ്പനി സ്റ്റാഫ് ആണ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ആ ഓഫീസിൽ നിന്ന് ആ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ ലെറ്ററൊക്കെ കൊണ്ടുവരിച്ചിരുമ്പോ ആ ട്രീറ്റ്മെന്റിൽ കുറച്ച് ഡിസ്കൗണ്ട് കിട്ടും അവർക്ക്, അങ്ങനെ ഇതുള്ളത്. പിന്നെ കൺസെഷൻ ക്ലെയിമുകളൊക്കെ, ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് കൺസെഷൻ ഉണ്ട്, ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ. പിന്നെ നമ്മൾ പറഞ്ഞില്ലേ RSBY കാർഡ്, ഇങ്ങനെയുള്ളവർക്കൊക്കെ ട്രീറ്റ്മെന്റിൽ കൺസെഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ കാര്യങ്ങളാണ് ആ ഒരു പാരഗ്രാഫിൽ വരുന്നത്. അപ്പൊ ഒന്നാമത്തെ സെന്റൻസ് നോക്കാം, അതുകൂടി ഒന്ന് അണ്ടർലൈൻ ചെയ്തിടാം. ദിസ് ഫംഗ്ഷൻ ഓഫ് ദ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റം ഫെസിലിറ്റേറ്റ് ഓൾ കൈൻഡ് ഓഫ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ഫ്രം ദ പേഷ്യന്റ്. അപ്പൊ പേഷ്യന്റിന്റെ എല്ലാ സാമ്പത്തിക ഇടപാടുകളും കൈകാര്യം ചെയ്യുന്ന ഒരു സൗകര്യം ഈ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ, മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ ഈ ഫംഗ്ഷൻ ഏതൊക്കെയാണ്? ഡെപ്പോസിറ്റ്, അഡ്വാൻസ്, റീഫണ്ട്, ഡിസ്കൗണ്ട് ആൻഡ് കൺസെഷൻ എന്ന് പറഞ്ഞുള്ള ഫംഗ്ഷൻ കൈകാര്യം ചെയ്യുന്നു. അവിടെ എന്താണ്? ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ഫ്രം ദ പേഷ്യന്റ്, പേഷ്യന്റിന്റെ സാമ്പത്തിക ഇടപാടുകള്, പേഷ്യന്റിന്റെ സാമ്പത്തിക ഇടപാടുകളുടെ ഒരു ഫംഗ്ഷൻ ആണ് അവിടെ ചെയ്യുന്നത്. അണ്ടർലൈൻ ചെയ്തോ? ഓക്കെ, അണ്ടർലൈൻ ചെയ്തു. അതിന് ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഇപ്പൊ എന്തായാലും സ്റ്റാർട്ട് ചെയ്താലും നമുക്ക് ആ പാരഗ്രാഫ് ചെയ്യാൻ പറ്റില്ല. ഇമ്പോർട്ടന്റ് സെക്ഷനും ആണ്, 2 പേജിന്റെ അടുത്ത് എടുത്തിട്ടുണ്ട്. അപ്പൊ ബാക്കിയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കിയാൽ മതി കേട്ടോ. ഇത്രയും കാര്യങ്ങളൊക്കെ എടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കുഞ്ഞു കുഞ്ഞു സെന്റൻസുകളും നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം, അതുകൊണ്ട് അതൊക്കെ ഒന്ന് വായിച്ചു വെക്കാം കേട്ടോ. ഓക്കെ ഓക്കെ, ബൈ. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. താങ്ക് യു.